ബഹുമാനപ്പെട്ട മുഹമ്മദ് ജുനൈദ് IAS സർ, മുഹമ്മദ് അബ്ദുൾ ജലീൽ IFS സർ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൈത്രിയും BIA സിവിൽ സർവീസ് അക്കാഡമിയും സംയുക്തമായി നടത്തുന്ന UPSC വർക്ക്ഷോപ്പിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയാം, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന ഓരോരുത്തർക്കും വളരെയധികം നന്ദി. പിന്നെ വിദ്യാഭ്യാസം ഏത് ബുദ്ധിമുട്ടുകൾക്കിടയിലും വിജയിക്കും എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ തെളിയിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ സ്വാഗത പ്രസംഗം നൽകുവാനായി സാന്ദ്രയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ മുഹമ്മദ് ജുനൈദ് IAS, ശ്രീ അബ്ദുൾ ജലീൽ IFS, മറ്റ് മൈത്രി ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹവുമായി ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവരാണ് നമ്മൾ പലരും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥികളെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് സജ്ജരാക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അതിനെ പറ്റിയുള്ള ഒരു പൊതു അവബോധവും നൽകി പരീക്ഷയ്ക്ക് സജ്ജരാക്കാൻ വേണ്ടിയാണ് മൈത്രിയും BIAS ഇതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മുഹമ്മദ് ജുനൈദ് IAS. സിവിൽ സർവീസ് പരീക്ഷയിലെ 200ാം റാങ്ക് ജേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ശ്രീ അബ്ദുൾ ജലീൽ IFS 434ാം റാങ്കോട് കൂടിയാണ് അദ്ദേഹം തന്റെ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നത്. ഇരുവരെയും അത്യധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സിവിൽ സർവീസ് എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഇതിന്റെ ഭാഗമാവാൻ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ പരിപാടിയുടെ മറ്റെല്ലാ സംഘാടകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാന്ദ്ര. അതോടൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി മൈത്രിയും BIAS അക്കാഡമിയും കൂടെ നടത്തുന്ന സിവിൽ സർവീസ് സ്കോളർഷിപ്പ് ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ സ്കോളർഷിപ്പിന്റെ ഔപചാരിക പ്രഖ്യാപനത്തിനും അതേപോലെ കുട്ടികളോട് സംവാദിക്കുന്നതിനുമായി ജുനൈദ് സാറിനെ ക്ഷണിക്കുന്നു. സാർ. അതെ അതെ. ഓക്കെ, എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ വിചാരിക്കുന്നത് I was asking the same. If someone cannot understand Malayalam, please let me know. Otherwise, I'll speak in Malayalam or is there someone who want me to speak in English or in Hindi? So you can go for the English. Okay, fine. So welcome to the interaction. Yeah, I understand, Sonali. I understand that there will be people who wants me to speak in Malayalam also, because majority must be students from Kerala. However, you know, we have to be inclusive in all aspects of our day-to-day life. So let me know if I am not being clear or audible. I can repeat it, no issues. So let me introduce myself. I am Muhammad Junaid, 2018 batch IAS officer, currently in Rajasthan cadre, and I am serving as sub-divisional magistrate in a district called Jhalawad, which is near Kota and bordering Madhya Pradesh. I joined service in 2018, and for 1 year, 2018-19, I was in Lal Bahadur Shastri National Academy of Administration. And for the last 2 years, I am serving in Rajasthan cadre. Last year, I was in Sri Ganganagar district, and this year I am in Jhalawad district. So, you know, it's very a wonderful career, as well as a very fulfilling and satisfying life. So let me just tell you 2 incidents that happened in last week. One thing is obviously it is the COVID
pandemic is going on, so I must speak about something about COVID. So last week, there was an under construction building in my district. And, within 2-3 days, we prepared 20 bathrooms in that under construction building, which was, way behind it is completion, but we prioritized that this bathroom should be completed first. So we had 20 bathrooms ready in 2-3 days, and we started a 100-bed COVID hospital in that building. And surprisingly, within 2-3 days, all the 100 oxygen beds were full. I think I'm audible. Can someone please confirm that I'm audible and clear? Yes, sir, you are audible. Yes, And sir, you you are are audible. Okay, thank you. So I was telling within 2-3 days, our 100 beds oxygen 100 oxygen beds hospital was full, and we started a COVID hospital. And I had the responsibility of managing oxygen supply for entire district. It was a very challenging task. The oxygen, we do not have any production in our own district, so the oxygen will come from sometimes from NCR, sometimes from Jamnagar, Gujarat, sometimes from Chhattisgarh, sometimes from Odisha. So we had to coordinate through from it is starting to destination, and we have to keep track so that the vehicle reaches on time and we are able to supply oxygen to all hospitals. So currently we are supplying around 800-900 cylinders per day to all hospitals. This is one story. And second story I would like to narrate is that one fine evening, one police that one person who is a transporter of PDS wheat, public distribution wheat, ration. He is a transporter from FCI Gordon to the ration shop, and in between he is taking 2-3 bags. Every time he used to transport, he used to take 2-3 bags, and he used to store that in his own house. And once that reaches 40 or 50 bags, he will sell it to public market. So we got this news, and one fine night we started to his house. We were in civil clothes and not in official vehicle. In private vehicle we traveled, and we watched it carefully. One CCTV camera was installed in that street, and we were watching that CCTV camera to know whether he is coming out that night or not. And unfortunately, he didn't come out that night. But anyway, we thought we will conduct a search and seizure. So we raided his house, and we found around 40 bags of wheat which were supposed to go to ration shop and ended up in his own house. So that was big news. We caught him. We caught him red-handed. We redeemed 21 tons of wheat. So just to illustrate how different my tasks are every day, these two stories might tell the variety of the jobs. So let me come to the point of preparation, since all of you are, I think, in the process of preparing for civil service. Some of you might have appeared also if you already have a degree. So I started preparing in 2015 when I was working in Bangalore in IBM software company. So in 2015, I attempted prelims, which is the first step of civil service examination, and I couldn't clear the 2015 exam. So I resigned the job. Maybe some of you have seen the web series Aspirants in YouTube. Can anyone confirm whether they have noticed that there is such a web series called Aspirants? Yes, sir. Okay, you are seeing. So which is, I think it partly illustrates the life and struggles of every aspirant. There are a lot of different types of aspirants, and like the protagonist in that web series, I also resigned my job. And I still remember the conversation between my manager and myself in 2015 November. So when I told him that I wanted to resign and start preparing for civil services, my manager told me that, the success rate in civil service examination is less than 1%, and you want to leave this job for such a high risk endeavor. So I told him it is true that the success rate is only 1%, but there are 180 IAS officers which are being selected every year, and I need only one seat. I do not need even 180 seats.
So he didn't reply anything and I resigned. But 2015 also I couldn't clear. I cleared prelims, but mains I couldn't clear. And in the next year, in 2017, I could clear both prelims, mains, and interviews. So this is in a very short my preparation period. I would like to touch upon very few points of preparation. So many of you have, whoever has started preparing, they might have heard this term called strategy for preparations. So what is strategy? In 2015, I failed in prelims exactly because I didn't have a strategy. So strategy is your way of approaching the syllabus of this examination, which is, very wide. So in my opinion, whoever is starting preparation, they should start with the main syllabus. So this is one common mistake which almost, majority of the aspirants go for starting preparing for prelims first, which is a wrong strategy. We have to start with main syllabus. So, there is, okay, Shahana Parveen wants me to repeat. So I was telling whoever is starting preparing for civil service, they should start with the syllabus of the mains examination. So you will be getting the exam syllabus from internet. So you can search a wide variety of sources are there. So you just download syllabus, you just download previous 10 years question papers of both prelims and mains. So the trends keep changing, but you should have at least 10 years of previous question papers with you. So start with mains, you go to the length and breadth and width of the syllabus. You try to create content, create notebook for every single word of the syllabus. That's how you have to prepare. Be it general studies, be it prelims, be it optional papers. So be it essay, these are all part of mains examination, as you all know. So you prepare for every paper, every single line, every single word in the syllabus is important. And you start preparing, and you also, at the same time, you also look at the previous question paper so that you can get an understanding of how deep you have to go, or how broadly you have to cover the syllabus. Once you have, you have started with mains, you will, whenever you are getting bored or you want to take some time off from main syllabus, then you can also start preparing for prelims. So this is the strategy which I have adopted, and I found it very useful. So in mains, you have to write answers, 20 answers in 180 minutes. So broadly, one answer gets only 9 minutes of time. So practicing is very, very, very important. So civil service preparation is all about practice, practice, and practice. You write a lot of tests. In my example, I think I have wrote around 25 to 30 mains tests before appearing for the actual mains. Similarly, before appearing for the actual prelims, I had written around 40 mock tests. So 40 mock tests means around 40,000, 4,000 questions. So if you are covering 4,000 questions for a particular prelims, you are thoroughly practiced, and success is almost ensured. So this was my strategy for prelims and mains. And for interview also the same thing. Interview also you have to prepare very thoroughly, very scientifically. So I had appeared for around 10 mock interviews before going for the actual interview, and I got a very good score of 198 in interviews also, which was one of the top scores of that time. So these are broadly, I think, I would say, just for setting the broad terms of preparation. You have to be away from all distractions during your preparation time. So in COVID times, we all know the terms like isolation, social distancing, everything. But these were in practice for civil service aspirants much before, and these have become household terms now. You actually have to practice social distancing. You have to keep away from all distraction. You cannot attend family functions, and you cannot go out with friends. You be in the strong friend circle of your own preparation friends, and they will keep motivating you. So be in good mental and physical health. I remember one big accident just 10 days before my actual mains.
I fell down from my bicycle and I injured my hands, which was very scary because only mains examination was only 10 days, and I had a broken hand. So these kind of things you should avoid. You be in very good mental and physical health, because it is a long marathon. You have to sustain your energy for a long time. The exam itself takes almost 1 year, and you have to prepare simultaneously, or you have to spend at least 1 year for preparation also. So these are from my side, just as an introduction. I think Jalil is also there. Yes, I'm here. Hi Jalil, I think you can take it from here, and after your session also we can start. We can answer some of their questions. Yeah, sure. ക്വസ്റ്റ്യൻ ആണ്, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് സാമൂഹിക സേവനം നടത്തുന്നതിൽ പരിമിതികളുണ്ടോ, അഥവാ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണോ പ്രവർത്തിക്കാൻ കഴിയുക? Jalil, you want to answer? I think actually, hi everyone. Actually, I have just begun my career, and I am still undergoing my training. So I think let's start with Junaid. Maybe I can add something to that. Sure. It's a good question actually. നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അൺലിമിറ്റഡ് ഫ്രീഡം ആയിരിക്കും ആവശ്യം. ബട്ട് വൺസ് യു ആർ ഇൻ സർവീസ്, നിങ്ങൾ സർവീസിൽ വരുമ്പോൾ, നിങ്ങൾ സിസ്റ്റത്തിന്റെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളൊക്കെ മനസ്സിലാവും. ഒരുപാട് പരിമിതികൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഫിനാൻസ് ഫണ്ട് വലിയൊരു പരിമിതിയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല സേവനം ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ അതിന് വേണ്ട ഫണ്ടുകളൊന്നും ഉണ്ടാവില്ല. വേറൊരു ഇഷ്യൂ, ബ്രോഡ്ലി ദർ ആർ പ്രയോറിറ്റീസ് സെറ്റ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഗവൺമെന്റ്സിന് അവരുടെ പ്രയോറിറ്റീസ് ഉണ്ടാവും. ഇഫ് യു ആർ നോട്ട് പെർഫോമിംഗ്, നമ്മുടെ ആ പ്രയോറിറ്റീസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ദാറ്റ് വിൽ ബി ബാഡ്. അൾട്ടിമേറ്റ്ലി വി ആർ ഗവൺമെന്റ് എംപ്ലോയീസ്. വി ആർ the executive. We are the ground force for the political executive. So whatever laws and rules, ultimately we are living in a democracy. നമ്മുടെ ഒരു ഡെമോക്രസിയിലെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, law makers will make laws, then after laws there will be rules, and we are working inside that rules. We have broadly a limitation, but once you are on the field, you will get unlimited opportunities for serving the society. That's what I was telling. For example, in COVID times, when you are setting up a hospital, so it's a tremendous opportunity for serving people. When you are distributing ration kits, when you are distributing medical equipments, lot of people approach you and they sponsor things like we got that hospital set up only through donations. We set up all 100 beds, and 100 beds came from society. People sponsored those beds. So there are limitations, that's true, but there are unlimited scopes also. ഓക്കെ, താങ്ക് യു സർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, UPSCക്ക് വേണ്ടി ഓപ്ഷണൽ സബ്ജക്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ഓപ്ഷണൽ ആയി തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? ജലീലിന്റെ ഓപ്ഷണൽ എന്തായിരുന്നു? അപ്പൊ ഞാൻ മറ്റേ പറഞ്ഞ നേരത്തെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇപ്പൊ ഞാനും ജുനൈദും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സർവീസ് ആണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ നമുക്കങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവനം, അങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ പൊതുവെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു ബാച്ച് വന്നപ്പോൾ കോവിഡ് വന്ന ഒരു സമയത്താണ് നമ്മുടെ ട്രെയിനിങ് നടക്കുമായിരുന്നു. അപ്പം നമുക്ക് ഓൾറെഡി ഒരുപാട് ധാരണകളുണ്ട്. ഇത് സർവീസ് ഭയങ്കര ഹയറാർക്കിക്കലാണ്, പിന്നെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇതിൽ പലതും ശരിയാണ്, വെൽ പ്ലേസ്ഡ് ആണ് ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡ് വന്ന സമയത്ത് വി വർ അറ്റാച്ച് ടു കോവിഡ് സെൽ. അപ്പൊ അവിടെ കോവിഡ് സെല്ലിൽ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പെട്ടെന്ന് ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു, ഒരുപാട് പേര് സ്ട്രാൻഡഡ് ആയി. ഞാൻ പറയുന്ന എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു എന്നല്ല, പക്ഷെ പെട്ടെന്ന് ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹയറാർക്കി ഒക്കെ പെട്ടെന്ന് കൊളാപ്സ് ആയി. പെട്ടെന്ന് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസിബിൾ ആവുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ജസ്റ്റ് ട്രെയിനി ആയിരുന്നു, പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ജോയിന്റ് സെക്രട്ടറി ലെവലിലൊക്കെ നേരിട്ട്
ഇടപെടാനും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായി. അപ്പം നമുക്കൊരു ഒരു ഒരു കോൺക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഇത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്, ഇത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് എപ്പോഴാണ്, എങ്ങനെയാണ്, എത്രത്തോളം ഡൈനമിക് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ടൈം. അപ്പൊ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള സ്കോപ്പ് സിസ്റ്റത്തിനകത്തുണ്ട്. അതേപോലെ തന്നെ കൺസ്ട്രെയിനിങ് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വളരെ ലിമിറ്റഡ് എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്നൊന്ന് ആഡ് ചെയ്യാന്ന് വിചാരിച്ച് പറഞ്ഞാണ്. യു ക്യാൻ ഗോ അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, I'll repeat the question. I think the UPSC question was regarding optional. So Yes. I would like to answer that. So from my own experience, I'm a graduate in engineering, but I took history as optional. There are a lot of people who are from science background are there taking humanities option, and not only history, lot of for example, Jalil took political science. So while selecting optional, I think 2-3 factors you have to examine. One is the availability of study materials. So whenever you are taking an optional, you should have ample amount of study materials available, guidance available, coaches या teachers जो भी है वो available. Then second factor is but most important factor is your own attitude, your own liking of that option. So you should have some mental inclination, some soft corner for that option. And another factor is the recent scoring pattern of that option. So for example, I took history, but I so far I have not recommended history to anyone because it was a very tough optional, I would say, because it was very difficult to get good scores in history. But compared to some other optionals, maybe sociology, maybe literature, these subjects are scoring, but I'm not sure about the very recent trends. But when I was preparing, this was the situation. But somehow I ended up with history optional, and I got a decent score. I would not say a good score. So broadly, these are the factors one have to consider. So it's not necessary that you are from some background, for example, engineering background, or technical science background. You have to take. But if you are good in engineering, for example, 3 engineering branches are there. Or if you are good in your own graduation subject, it is very desirable. Jalil, you want to add something? You can add. Okay, while choosing an optional, എനിക്കൊന്നും ഇവിടെ ആ ലാംഗ്വേജിന്റെ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? സർ മലയാളത്തിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പം പറഞ്ഞ കാര്യം നിങ്ങളെ പോലെ പിന്നെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. നമ്മളൊക്കെ എഞ്ചിനീയറിംഗ് ആണ് എടുത്തത്. അത് ഞാൻ പറയാൻ കാരണം എഞ്ചിനീയറിംഗ് ലൈഫും കോളേജൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ഒഴുക്കിന്റെ കൂടെ പോയതാണ്. പിന്നെ അപ്പൊ നിങ്ങളൊക്കെ എനിക്കൊന്ന് മിക്കവാറും ആൾക്കാർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പം ഐ ഹോപ്പ് യു ആർ എൻജോയിങ് ദാറ്റ്. അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കയറി എഞ്ചിനീയറിംഗ് കയറി. അപ്പം എനിക്കൊരു 4th ഇയർ ഒക്കെ ആയപ്പോൾ മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ നേരത്തെ ജുനൈദ് പറഞ്ഞ മാതിരി മാനേജർ അടുത്ത് പോയി പറഞ്ഞു എന്ന് പറഞ്ഞു. അതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ എൻ്റെ കോളേജിൽ എൻ്റെ ഫാക്കൽറ്റി അഡ്വൈസർ ഇതുപോലെ എന്നോട് പറയായിരുന്നു. എനിക്ക് അന്നേരം കുറച്ച് സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പിന്നെ എന്താണ് എല്ലിൽ ഒന്നും കമ്പനി പ്ലേസ്മെന്റ് ഒക്കെ വരികയല്ലേ, ഞാൻ NIT കാലിക്കറ്റിലാണ് പഠിച്ചത്, പ്ലേസ്മെന്റ് ഒക്കെ വരികയല്ലേ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവന് സിവിൽ സർവീസിന് പോകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ പേപ്പർ ഒന്നും എഴുതിയെടുക്കാൻ പറ്റാതെയാണോ താൻ ഈ സിവിൽ സർവീസിന് പോകാൻ പോകുന്നത് എന്നാണ് എന്നോടൊന്ന് ചോദിച്ചത്. അപ്പം സ്നേഹം കൊണ്ട് പറഞ്ഞായിരിക്കും, അതുകൊണ്ട് എനിക്ക് പരിഭവമൊന്നുമില്ല എന്തായാലും. അപ്പം അങ്ങനെയാണ്. അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ക്ലിയർ ആയിരുന്നു, എഞ്ചിനീയറിംഗ് ഒഴികെയുള്ള വേറെ ഏതൊരു ഓപ്ഷനിലും സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് ആ കാര്യം വളരെ ക്ലിയർ ആയിരുന്നു. പക്ഷെ നിങ്ങളിൽ ചില ആൾക്കാരെങ്കിലും ഇപ്പം നിങ്ങളുടെ ഗ്രാജുവേഷൻ സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് തന്നെ എടുക്കണം എന്ന് ഞാൻ പറയും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇപ്പം അണ്ടർ ഗ്രാഡിലുള്ളവരുണ്ടാവും, അവർക്ക് പോസ്റ്റ് ഗ്രാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓണേഴ്സ് ലെവലിലുള്ള ഒരു നോളജാണ് ആവശ്യം. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആ ഇഷ്ടമുള്ള സബ്ജക്ട് തന്നെയാണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ സബ്ജക്ട് എങ്കിൽ അത് തന്നെ ആയിരിക്കണം പ്രൈമറി ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സബ്ജക്ട്. ഞാൻ ഏറ്റവും ആദ്യം ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എന്തായാലും ഒരു ഡൈവേർഷൻ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം പൊളിറ്റിക്കൽ സയൻസിലേക്ക് ഇനി കരിയർ, ഈവൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം കിട്ടാതിരിക്കാം, പക്ഷെ എന്നാലും പൊളിറ്റിക്കൽ സയൻസിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ ഞാൻ ഈ 2nd അറ്റംപ്റ്റിലാണ് ഞാൻ ക്ലിയർ ചെയ്തത്.
ഇപ്പം അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ പൊളിറ്റിക്കൽ സയൻസിൽ MA എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഗ്രാജുവേഷൻ സബ്ജക്റ്റ് ആണെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ പ്രൈമറി ചോയ്സ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അതിലും ജുനൈദ് നേരത്തെ ആഡ് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ് കൂടെ ഫാക്ടർ ചെയ്യേണ്ടി വരും. കാരണം പിന്നെ ഇതിന്റെ ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ഇപ്പോഴത്തെ കറണ്ട് സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കേണ്ടി വരും. അതിന്റെ മെറ്റീരിയൽസും ഒക്കെ പിന്നീട് വരും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം അതിനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് തന്നെയായിരിക്കണം പ്രൈമറി ഇത്. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻറ്റയർ പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മെയിൻസിനാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു 3 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു പോർഷൻ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും, ഒരു പോർഷൻ ജനറൽ സ്റ്റഡീസ് ആയിരിക്കും, ഒരു പോർഷൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ 1/3 ഓഫ് ദ പ്രിപ്പറേഷൻ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ സബ്ജക്റ്റുമായിട്ടാണ്. അപ്പൊ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം എഫേർട്ട് ഇടാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷണൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ വെറും പ്യുവർ ഇൻട്രസ്റ്റിന്റെ പുറത്ത് നമുക്ക് തോന്നിയ പോലെ ബുക്സ് ഒക്കെ വായിച്ച് അങ്ങനെയൊന്നും പറ്റില്ല. കുറച്ചുകൂടി നമ്മുടെ ഒരു ബൗണ്ടറിക്കകത്ത് നിന്ന് ഇതിനെന്താണോ ആവശ്യം ആ രീതിയിലേക്ക് പഠിക്കാനും കൂടെ പറ്റണം. അപ്പൊ ഇതിനൊരു ബാലൻസ് നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്ക് ഇതിനോട് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. അടുത്ത ചോദ്യമാണ്, IAS IFS എക്സാമുകൾക്ക് സെയിം പ്രിലിമിനറി എക്സാം ആണുള്ളത്. അത് കഴിഞ്ഞുള്ള എക്സാംസിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? IAS and IFS ഇത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണോ ഉദ്ദേശിച്ചത്? ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഫോറിൻ സർവീസ് ആണെങ്കിൽ സെയിം എക്സാമിനേഷൻ, സെയിം ഇന്റർവ്യൂ, സെയിം റാങ്ക് ലിസ്റ്റ്. ബട്ട് അക്കോർഡിംഗ് ടു നമ്മുടെ റാങ്കും നമ്മുടെ പ്രിഫറൻസും, നമ്മൾ ആദ്യം കൊടുത്ത പ്രിഫറൻസും നമ്മുടെ റാങ്കും ഇത് വെച്ചിട്ട് സർവീസിന്റെ ലിസ്റ്റ് ഇടും. അപ്പം അങ്ങനെയാണ് IAS IFS എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ അവരുടെ ഫൗണ്ടേഷൻ കോഴ്സും സെയിം ആണ്. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സിൽ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ സെയിം എക്സാമിനേഷൻ, സെയിം പ്രോസസ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനാണെങ്കിൽ ഐ തിങ്ക് പ്രിലിംസ് സെയിം ആണ്, അത് കഴിഞ്ഞ് മെയിൻസ് ഡിഫറെന്റ്. അങ്ങനല്ലേ ജലി? അതെ, ഇതിനു പുറമെ ശരിക്കും 24 സർവീസ് അല്ലല്ലേ? ഇപ്പം റെയിൽവേ കുറെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്പർ മാറിയിട്ടുണ്ട്. പക്ഷെ 20 മുകളിലെ സർവീസസിന് ഈ ഒറ്റ എക്സാം തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ റവന്യൂ സർവീസ് ഉണ്ട്, പോലീസ് സർവീസ് ഉണ്ട്, എല്ലാം സെയിം ആണ്. പിന്നെ എൻ്റെ വരെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. സർവീസ് കിട്ടിയതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ കോഴ്സും സെയിം ആണ്. അതിനുശേഷം അവരുടെ പേരന്റ് അക്കാഡമീസിലേക്ക് പോയി പിന്നെ അവിടുന്ന് ട്രെയിനിങ്ങും കരിയറൊക്കെ പാത്തൊക്കെ ഡിഫറെന്റ് ആവും. അതാണ് അതിലുള്ള ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു സർ. ഇനി ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ഹൗ എക്സാക്ട്ലി ഷുഡ് ബി ദ മോഡ് ഓഫ് റിവിഷൻ? നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജലീൽ പറഞ്ഞു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിനകത്ത് ഒരുപാട് റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. ഈ 360 ആളിൽ തന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് ഇതിന്റെ എക്സാമിനേഷൻ സെയിം ആണോന്ന്, മറ്റേ ആൾക്കാർ റിവിഷനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അപ്പം അത് നല്ലൊരു കാര്യമാണ്. റിവിഷനെ കുറിച്ച് പറയുമ്പം സത്യം പറഞ്ഞാല് ഇതിന്റെ ഒരു കീ എന്ന് പറയുന്നത് തന്നെ റിവിഷൻ ആണ്. നിങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഉണ്ടാവും, ഈ സൂര്യന് താഴെയുള്ള എന്തും ചോദിക്കാം, അങ്ങനെ എന്തും ചോദിക്കൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാം സൂര്യന് താഴെയുള്ള എല്ലാം പഠിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരു ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ സ്ട്രോങ് ആക്കി അതിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് ഈ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിയാണ്, ചിലപ്പം 20 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഒരു 18 ചോദ്യം എന്തായാലും നമ്മളെല്ലാവരും പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ഈ 2 ചോദ്യമായിരിക്കും ചിലപ്പം എക്സ്ട്രാ നമുക്ക് അറിയാത്തൊരു ഏരിയ എന്ന് വരാൻ പോകുന്നത്. അപ്പം അതിൽ തന്നെ ചിലപ്പം ഒരെണ്ണമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒരു ഗസ്സിങ് അല്ലെങ്കിൽ കുറച്ചൊരു ലോജിക് ഒക്കെ ഉപയോഗിച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ മെയിൻസിനെ കുറിച്ചാണ് പറയുന്നത് ഒബ്വിയസ്ലി. അപ്പം അതിനുവേണ്ടി നമ്മുടെ റിവിഷൻ ഒരിക്കലും സഫർ ചെയ്ത് ബാക്കിയുള്ള 18 or 19 ക്വസ്റ്റ്യൻസിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ റിവിഷൻ ആണ് ഇതിൽ കീ. അതിനുവേണ്ടി എപ്പോഴും ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് സോഴ്സസ് വെക്കുക. ഒരു പ്രൈമറി സോഴ്സ് ഉണ്ടാവുക. അത് ചിലപ്പോൾ നിങ്ങളുടെ നോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. എന്തായാലും ഒരു പ്രൈമറി സോഴ്സ് വിച്ച് ഇസ് കോംപ്രിഹെൻസീവ് ഇനഫ്. അങ്ങനെ ഒരു പ്രൈമറി സോഴ്സ് ഉണ്ടാവുക. അതിന്റെ കൂടെ ബാക്കിയുള്ള അഡീഷൻസ് ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്യുന്നത് എവിടെയെങ്കിലും നമ്മൾ ഇപ്പം ഡിജിറ്റലി ആണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം എഴുതിയിട്ടാണെങ്കിലും ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രത്യേകം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക.
എന്നിട്ട് അതിൽ നിന്ന് റിവിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അല്ലാതെ നമ്മൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി 10 ബുക്ക് വായിച്ചു, ഇനി അത് 10ഉം റിവൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട് വെക്കുക, എന്നിട്ട് റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അതേപോലെ പീരിയോഡിക്കൽ റിവിഷൻ നടത്തുക. ഇപ്പം ആദ്യം ഒരു 5 മാസം സ്ട്രെയിറ്റ് പഠിച്ച് പിന്നെ ഒരു എക്സാമിന്റെ തലേന്ന് എല്ലാം കൂടെ റിവൈസ് ചെയ്യാൻ നോക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾക്ക് അറിയണ്ടാവും ഈ നമ്മുടെ ഒരു മെമ്മറി കേർവ് ഒക്കെ പിന്നെ ആദ്യം ഒന്ന് ഡിപ്പാവും. ആ ഡിപ്പാവുന്ന സമയത്ത് ആ സാധനം വീണ്ടും ഓർക്കുക, അതിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോകുക, എന്നിട്ട് അതിനെ കുറച്ചു നേരം സസ്റ്റെയിൻ ചെയ്യുക. അത് ഓരോരാളും ഇതിന്റെ ഒരു സ്ട്രാറ്റജിന്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു 800 ആൾക്കാർ ഒരു വർഷം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ 800 ഡിഫറെന്റ് സ്ട്രാറ്റജി ആണെന്നുള്ളതാണ്. ഇപ്പൊ ഞാനും ജുനൈദും ഒരിക്കലും സെയിം ആയ സ്ട്രാറ്റജി ആയിരിക്കില്ല ഫോളോ ചെയ്ത്. അപ്പം നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ എങ്ങനെയാണ്, നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് നമ്മൾ ഡിവൈസ് ചെയ്യണം. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഇത് കുറച്ച് ടൈം എടുക്കും. ഇപ്പം ഒറ്റയടിക്ക് ഒരാളെ നോക്കി നമുക്ക് ഓക്കെ ഇയാള് 3 ദിവസം കൊണ്ട് റിവൈസ് ചെയ്യുന്നു, ഇയാൾ 1 വീക്ക് കൊണ്ട് റിവൈസ് ചെയ്യുന്നു, അപ്പൊ ഞാനത് ചെയ്ത് നോക്കാം. അങ്ങനെയല്ല, ഞാനത് ചെയ്തു നോക്കുന്നു, അത് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, ഐ ചേഞ്ച് ഇറ്റ്. അപ്പൊ നമ്മളൊരു പുതിയൊരു മെത്തേഡിലേക്ക് മാറുന്നു, എന്നിട്ട് അത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ട്രയലൊക്കെ കഴിയുമ്പോൾ മേ ബി ഒരു 2 or 3 months, ചിലപ്പം അതിനേക്കാളും കൂടുതൽ സമയം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് എന്റെ സ്ട്രാറ്റജി എന്നുള്ളത്. പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൽ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ എന്റെ സ്ട്രാറ്റജി ലോകത്ത് വേറെ ആയിരിക്കില്ലല്ലോ, ഞാൻ മാത്രം എങ്ങനെ ഇതിന് ക്വാളിഫൈ എന്ന് വിചാരിക്കേണ്ട. കാരണം എല്ലാവരും യുണീക്കാണ്, എല്ലാവരും. അപ്പം നിങ്ങളുടെ ഇത് എന്താണ്, റിവൈസിങ് സ്ട്രാറ്റജി എന്തായിരിക്കണം നിങ്ങൾ തന്നെ ഡിവൈസ് ചെയ്യണം എന്നാ ഞാൻ പറയുള്ളൂ. ജിലീൽ പറഞ്ഞത് എക്സാക്ട്ലി അത് തന്നെയാണ് കറക്റ്റ്. കാരണം റിവിഷൻ ഈസ് ദി കീ. ഒരുപാട് ആൾക്കാർ ഒരുപാട് പഠിച്ചു കൂട്ടും, പക്ഷെ എക്സാമിന് പോയിട്ട് ഒന്നും ഓർമ്മ വരാത്ത കാര്യമുണ്ട്. അത് ഓൺലി ബിക്കോസ് ഓഫ് റിവിഷൻ. അപ്പം സയന്റിഫിക്കലി ഒരു റിവിഷൻ ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാനതാണ് ഫോളോ ചെയ്തത്. കാരണം ഇത് ഒരുപാട് സ്റ്റഡിയിലൂടെ പ്രൂവൻ ചെയ്തൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് മറന്നില്ല. അപ്പം ആദ്യം ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ടി വരും. അത് ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഇന്ന് ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് ഒരു കാര്യം പഠിച്ചു, ഒരുപാട് നോട്ട് ഉണ്ടാക്കി, അത് നാളെ റിവൈസ് ചെയ്യാൻ നമുക്ക് 10 മിനിറ്റ് 20 മിനിറ്റ് മതിയാവും. ഒരു ദിവസം മൊത്തം പഠിച്ച പോലെ റിവൈസ് ചെയ്യാനും ഒരു ദിവസത്തിന്റെ ആവശ്യം വരില്ല. ജസ്റ്റ് ഗോ ത്രൂ യുവർ നോട്ട്സ് വിത്ത് ദ വെരി നെക്സ്റ്റ് ഡേ. അപ്പം ഒരു റൗണ്ട് ഓഫ് റിവിഷൻ കഴിഞ്ഞു, ദെൻ ആ സെയിം വീക്കിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മളൊന്ന് ഓടിച്ചു നോക്കുക. അഗെയിൻ ഗോ ത്രൂ ദ സെയിം നോട്ട്സ്. അപ്പം നിങ്ങളുടെ ഷെഡ്യൂളൊക്കെ ക്ലിയർ ആയി എന്ന് എന്താ പഠിച്ചതൊക്കെ കറക്റ്റ് ഡേറ്റ് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദ സെയിം വീക്ക് റിവൈസ് വൺസ് മോർ. പിന്നെ ആ ഒരു മന്തിൽ ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്ത് ഇങ്ങനെ 3 പ്രാവശ്യം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും മറന്നുപോയില്ല എന്നുള്ള. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റും അത്ര ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. കാരണം റിവിഷൻ അത്ര ടൈം എടുക്കില്ല. അത് എന്താ പറയാ, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ബട്ട് വലിയ റിട്ടേൺ എന്ന് പറയാം. അതാണ് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തത്. ജസ്റ്റ് ഓടിച്ചു പോവാ, കീപ് റിവൈസിങ്. നിങ്ങൾ എവിടെ പോകുമ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം wherever you are going outside, അത് നിങ്ങൾ പുറത്തു പോവാണ്, ഹോട്ടലിൽ പോവാണ്, ചായ കുടിക്കാൻ പോവാണ്, അപ്പോഴൊക്കെ നിങ്ങളുടെ മൊബൈലിലൊക്കെ ഞാൻ എവർനോട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിരുന്നു. അപ്പൊ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആണ് ഏറ്റവും ബെറ്റർ. കാരണം ഓൺലൈൻ നോട്ട്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയുമ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം റിവൈസ് ദ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഡേ, ദെൻ റിവൈസ് ഓൺസ് മോർ ഇൻ ദ സെയിം വീക്ക് ആൻഡ് റിവൈസ് ഇൻ ദ സെയിം മന്ത്. ഓക്കെ, താങ്ക് യു സർ. ഇനി അടുത്തത് ജുനൈദ് സാറിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു കുഡ് ഷെയർ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് സിറ്റുവേഷൻസ് യു ഹാവ് എൻകൗണ്ടർഡ് ഡ്യൂറിങ് യുവർ സർവീസ്. ഫൈൻ, ഒരുപാട് ടഫസ്റ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം വൺ സ്മോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഓൾസോ. ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഒരാൾ കംപ്ലൈന്റ് കൊണ്ടുവന്നു. അതായത് അങ്ങേരെ ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫാക്ടറിക്കും മെയിൻ റോഡിനും ഇടയ്ക്ക് ചെറിയൊരു സ്ഥലമുണ്ട്. അതിൽ വന്നിട്ട് ഒരു ഭൂമാഫിയയുടെ ആൾ വന്നിട്ട് അവിടെ മതിൽ കെട്ടി. അപ്പം എഫക്റ്റീവ്ലി ഇയാളുടെ ഫാക്ടറിയിലോട്ടുള്ള ഗേറ്റ് ഒക്കെ വേറെ ആൾ വന്നിട്ട് മതിൽ കെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ മതിൽ കെട്ടിയ ആൾ പോയിട്ട് കോടതിയിൽ പോയിട്ട് സ്റ്റേയും വാങ്ങിച്ചു. അപ്പം ഇതൊക്കെ കോടതിയും കേസും ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ജനറലി ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോ ഈ ഫാക്ടറിക്കാരൻ വന്നിട്ട് കംപ്ലൈന്റ് എൻ്റെ അടുത്ത് വന്ന് ഇയാള് എൻ്റെ ഗേറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് പോയി നോക്കിയപ്പോൾ സംഭവം പറഞ്ഞത് ശരിയാണ്. അപ്പോ ആക്ച്വലി ആ മതിൽ പൊളിക്കാൻ പറ്റൂല. കാരണം കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്.
ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ആ ഫാക്ടറിക്കാരനോട് പറഞ്ഞു, നിങ്ങൾ JCB എടുത്തിട്ട് ആ മതിലങ്ങ് പൊളിച്ചേക്ക്, ഞാൻ സൈഡിൽ എവിടെ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം അയാള് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോ അറ്റ് ദ സെയിം ടൈം ആ മതിൽ കെട്ടിയ ആള് അന്ന് രാത്രി തന്നെ വന്നിട്ട് ഈ ഫാക്ടറിക്കാരനെതിരെ വധഭീഷണിയൊക്കെ മുഴക്കി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പം പിറ്റേന്ന് എനിക്ക് SDM നമുക്ക് ഒരുപാട് മജിസ്ട്രേറിയൽ പവേഴ്സ് ഉണ്ട് എക്സിക്യൂട്ട്. അപ്പം ദർ ഈസ് വൺ സെക്ഷൻ 107 ഇൻ CRPC. ഇതൊക്കെ CRPC ഒക്കെ നിങ്ങൾ സർവീസ് കയറിയിട്ട് പഠിക്കും. അതിൽ പറയുന്നത് എവിടെയെങ്കിലും ബ്രീച്ച് ഓഫ് പീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്തിട്ട് ബോണ്ട് എഴുതിപ്പിക്കാനൊക്കെ ഉള്ള പ്രൊവിഷനാണ്. അപ്പം ഈ മതില് കെട്ടിയ ആൾക്കാരുടെ എതിരിൽ ഞാൻ അറസ്റ്റ് വാറന്റ് ചെയ്ത്, അപ്പം അവര് ഇമ്മീഡിയറ്റ്ലി ദേ ഫ്ലഡ്. അവര് ഇവിടുന്ന് വേറെ ഏതോ സിറ്റിയിൽ പോയി. കാരണം അവർക്ക് വീട്ടിൽ തിരിച്ചു വരാൻ പറ്റില്ല, ഒരുപാട് പോലീസും കാര്യങ്ങളൊക്കെ അവിടെ അവർ വാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റ് സെയിം ടൈം എന്നിട്ട് ഞാൻ വീട്ടിൽ ഐ വാസ് ഗോയിങ് ഫോർ വെക്കേഷൻ. ഞാൻ നാട്ടിലേക്ക് പോയി, ഒരാഴ്ച വെക്കേഷന് പോയി. അപ്പൊ നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് നോട്ടീസ് വന്നിട്ടുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ്. അതും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയുന്നതാണ് എന്താണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അതായത് കോർട്ടിന്റെ സ്റ്റേ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് മതിൽ പൊളിച്ചു. അപ്പം ടെക്നിക്കലി അവിടെ എന്റെ ഒരു പ്രസൻസ് ഇല്ല, കാരണം ഐ ഹാവ് നോട്ട് ഗിവൺ എനി റിട്ടേൺ ഓർഡേഴ്സ്. നമ്മുടെ ടെക്നിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല, നമ്മളാണ് ഓർഡർ കൊടുത്തത്. പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്തത്. അറ്റ് ദ സെയിം ടൈം എന്റെയും എന്റെ ഒരു ബാച്ച്മേറ്റ് IPS ബാച്ച്മേറ്റും ഉണ്ട് ഇവിടെ പോലീസിൽ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ എതിരിലാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നത്. അപ്പോ ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പം അവര് ആ അതിൽ വെച്ച് പൊളിച്ച ആളോട് നമ്മൾ ഫോൺ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അയാളും പ്രശ്നത്തിലാവുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയാൾ ഞങ്ങളുടെ പേരിലുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അയാൾ തന്നെ വിഡ്രോ ചെയ്തു. എന്നിട്ട് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഈ പറഞ്ഞ ആള് ഹീസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ലാൻഡ് മാഫിയ ഇൻ ദിസ് ഡിസ്ട്രിക്ട്. അയാള് ഗവൺമെന്റ് ഭൂമിയിൽ കയറിയിട്ട് ഒരു വലിയ വീട് വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് എവിടുന്ന് ന്യൂസ് കിട്ടി. അപ്പം ഞങ്ങള് ഒരു ദിവസം ഫൈൻഡ് ഞങ്ങൾ രാവിലെ ഒരുപാട് JCBയും ലോറിയൊക്കെ എടുത്തിട്ട് ആ സ്ഥലത്തോട്ട് പോയി. അപ്പം ഇയാൾ എന്താ ചെയ്തേക്കുന്നത്, ഇയാള് വീട് വെച്ചിട്ടുണ്ട്, വലിയ വീട് വെച്ചിട്ട് വാടക കൊടുത്തിട്ടുണ്ട്. അറ്റ് സെയിം ടൈം ആ വലിയ വീടിന് ചുറ്റും ഒരുപാട് ചെറിയ കുടിലുകൾ കെട്ടിയിട്ട് അതിൽ ഒരുപാട് പാവങ്ങളെയും ഇയാൾ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇറ്റ്സ് വെരി ട്രിക്കി സിറ്റുവേഷൻ. കാരണം നമ്മൾ അവിടെ JCB ഇറക്കി കഴിഞ്ഞാൽ പാവങ്ങളെ തല്ലി ഓടിച്ചു എന്നാണ് ന്യൂസിൽ വരിക. സെയിം ടൈം വാട്ട് ഈസ് ഹാപ്പനിങ്, ലാൻഡ് മാഫിയസ് എൻക്രോച്ചിങ് ഗവൺമെന്റ് ലാൻഡ്. അപ്പം അന്ന് ഞങ്ങൾ ജസ്റ്റ് അയാളുടെ ആ വീടിന്റെ സൈഡിലൊക്കെ ചെറിയ JCB കൊണ്ട് ചെറുത് സ്ക്രാച്ച് ചെയ്തിട്ട് പോകുന്നു. കാരണം ഇത് പൊളിക്കും, ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പോകുന്നതാണ് നല്ലെന്നുള്ളൊരു അടയാളത്തിന് സ്ക്രാച്ച് ചെയ്ത് പോകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും കോടതിയിൽ പോയിട്ട് സ്റ്റേ അപ്ലിക്കേഷൻ കൊടുത്ത് ഈ വീട് പൊളിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, പൊളിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്റ്റേക്ക് അപ്ലിക്കേഷൻ കൊടുത്തു. സ്റ്റേക്ക് അപ്ലിക്കേഷൻ കൊടുത്തപ്പം തന്നെ എന്റെ ചെവിയിൽ ന്യൂസ് എത്തി സ്റ്റേക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഞങ്ങളെ പോയിട്ട് ഒരു JCB എടുത്തിട്ട് ആ വീട് മൊത്തം പൊളിച്ച് നിലം പരിശാക്കി. അതായത് ഈ ഒരു ഗവൺമെന്റ് ഭൂമിയിൽ ഒരാളും ഇനി കയ്യേറാൻ ശ്രമിക്കരുത് എന്നുള്ളത്. അപ്പം ദീസ് ആർ യുവർ ഡേ ടു ഡേ സിറ്റുവേഷൻസ്. ഇങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫാണ്. കുറച്ച് ധൈര്യം ഒക്കെ വേണമെന്നേ. അതെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. UG കഴിഞ്ഞാണോ അതോ മാസ്റ്റേഴ്സ് കഴിഞ്ഞാണോ സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്യൽ നല്ലതെന്ന്? അങ്ങനെ സാറിന്റെ അഭിപ്രായം എന്താണ്? ജലീൽ, യു മേ ആൻസർ. ഓക്കെ, ഞാൻ എന്തായാലും UG കഴിഞ്ഞിട്ടാണ് അറ്റംപ്റ്റ് ചെയ്തത്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയാലോ, ഇതൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. അപ്പം UPSC പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏകദേശം 21 ആകുമ്പോഴായിരിക്കും UG കഴിയുക. അപ്പൊ തന്നെ നമ്മൾ എലിജിബിൾ ആവുകയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ബാക്കപ്പ് പ്ലാൻ വേണം, കുറച്ച് ആ കരിയർ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ PG ചെയ്യുന്നതായിരിക്കും മിക്കവാറും നല്ലത്. അപ്പൊ അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് PG ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പം കോളേജിലാണ്, ഇപ്പൊ DUലൊക്കെയാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് പ്രോബബ്ലി നല്ലൊരു എന്താ പറയാ, നിങ്ങൾ നന്നായിട്ട് സ്ട്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജിലേക്ക് തന്നെ വീണ്ടും PG ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പും നമ്മൾ ഉണ്ടാക്കുന്ന മെമ്മറീസും ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത് മിസ് ചെയ്യേണ്ടതില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ടേക്ക് ആണ്. നിങ്ങൾക്ക് ഇനി വളരെ നേരത്തെ വളരെ യങ് ഏജിൽ സർവീസിൽ കയറണം
അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുള്ളതെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. അത് ഒരു പ്രശ്നമല്ല, ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പം ആ കോളേജ് ലൈഫ് ഒരിക്കലും മിസ് ചെയ്യരുത്. PG ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ദാറ്റ്സ് മൈ ടേക്ക്. ആഡ് ചെയ്യാം. എക്സാമിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്, ഏതെങ്കിലും ഒരു ഡിഗ്രി. ഏത് കോളേജിൽ നിന്ന് എടുക്കണം, ഏത് ഡിഗ്രി എടുക്കണം, അങ്ങനെയൊന്നും UPSC പറഞ്ഞില്ല. ജസ്റ്റ് ഒരു ഡിഗ്രി. നിങ്ങൾ DUയുടെ കോളേജിലൊക്കെ എത്തിയ സ്ഥിതിക്ക് എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡിഗ്രിയുടെ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് UPSC ക്ലിയർ ആയിട്ട് ഫസ്റ്റ് ഇയർ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങാൻ. ഫസ്റ്റ് ഇയറിന് പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് UPSCയുടെ വേണ്ടത്ര നോളജ് പറ്റും. പക്ഷെ കുറച്ച് അക്കാഡമിക് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ള ആൾക്കാർ PG ഒക്കെ ചെയ്തോളൂ, നല്ലത് തന്നെയാണ്. നിങ്ങൾ സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. PG ചെയ്തവരുണ്ടാവും, PhDക്ക് പോയവരുണ്ടാവും, അതും ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിച്ചവർ, നല്ല അങ്ങനെ എല്ലാ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എവറിത്തിങ് ഈസ് പോസിബിൾ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ സർ, ഇനി ജലീൽ സാറിനോടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. IFS സർവീസിലെ ട്രെയിനിങ്ങിനെ പറ്റി കുറച്ച് എലാബറേറ്റ് ചെയ്യാമോ? IFS ബേസിക്കലി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അവിടെ നമ്മുടെ എല്ലാ സർവീസിനും ഒരുമിച്ചാണ് അവിടെ ഫൗണ്ടേഷൻ കോഴ്സ് ഉള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പാരന്റ് അക്കാഡമിയായ LBSNA ലബാസ്ന എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മുടെ സർവീസ്, നമ്മുടെ ട്രെയിനിങ് ഉണ്ടായത്. അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. നമുക്ക് എല്ലാ സർവീസുമായിട്ടും ഒരു കണക്ഷൻ വരാനും എപ്പോഴും അത് പിന്നീട് നമ്മുടെ കരിയറിലും അത് ഉപകരിക്കും. നമുക്കിപ്പം എന്തെങ്കിലും വേറൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനോ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റിലേഷൻഷിപ്സ് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യും. അതർവൈസ് ഓൾസോ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ എപ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതിനുശേഷമാണ് നമ്മൾ ഡൽഹിയിലേക്കുള്ള ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ഇപ്പം സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസിലേക്ക് മാറുന്നത്. അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊരു വലിയൊരു ക്രൗഡായിരിക്കും ഈ ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ്. അതിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ സർവീസിലുള്ളവരെയൊക്കെ മാത്രമായിട്ട് മാറും. അപ്പം അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മിക്കവാറും ഫോറിൻ റിലേഷൻസും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സസ് ആണ് ഉണ്ട്. പിന്നെ ഭാരത് ദർശൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു ഈ മീൻസ് ഇന്ത്യയിൽ ത്രൂ ഔട്ടായിട്ട് ട്രാവൽ ചെയ്ത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് എല്ലാ IASനും വേറെ രീതിയിലുണ്ട്. പിന്നെ അതോടൊപ്പം നമുക്ക് ഒരു മിഷൻ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു എംബസിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിന് പുറമെ ഒരുപാട് ഇതേപോലെ ഫോറിൻ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. പിന്നെ ഒരു ഡെസ്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഐ മീൻ നമ്മുടെ മിനിസ്ട്രിയിൽ തന്നെ പോയി അവിടെ തന്നെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എന്തായാലും നമ്മുടെ ഒരു ബാച്ചിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു കാര്യങ്ങൾ. കാരണം കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മളെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഈ കോവിഡ് വളരെ കൂടുതലായിട്ട് വന്നത്. ഞങ്ങളുടെ ട്രെയിനിങ് സസ്പെൻഡഡ് ആയി. അങ്ങനെ നമ്മൾ ഈ ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം, ഓൾഡ് JNU ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് JNUവിന്റെ അടുത്ത് തന്നെയുള്ള അതേ സെയിം റോഡിലുള്ള ഒരു ക്യാമ്പസിലാണ് ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം അവിടെ നമ്മളായി. അപ്പോൾ ഏകദേശം ഈ നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ മാർച്ച് ഏപ്രിൽ ഉണ്ടായ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അതിനകത്തായിരുന്നു. നമ്മൾ കോവിഡ് സെൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതൊരു ഭയങ്കര ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് പോലെ ഒരു സംഭവമായിരുന്നു. അപ്പൊ അതാണ്. അത് കഴിഞ്ഞാൽ ഈ ഫോറിൻ സർവീസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് ട്രെയിനിങ് ഉള്ളത് ഫോറിൻ സർവീസിലാണ്. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ ഈജിപ്തിൽ നിന്നാണ്. അപ്പൊ നമുക്കൊരു 10-12 ലാംഗ്വേജസ് ഉണ്ടാവും. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ആ ലാംഗ്വേജ് സംസാരിക്കുന്ന കൺട്രി ഏതാണോ അവിടെ പോയിട്ട് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. അപ്പം ഇപ്പം എൻ്റെ ലാംഗ്വേജ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 ഇയർ ഏകദേശം കഴിഞ്ഞു. ഇനി 1 more year ഉണ്ട് ലാംഗ്വേജ് ട്രെയിനിങ്. അതിനോടൊപ്പം തന്നെ നമ്മൾ 3rd സെക്രട്ടറി ആയിട്ട് ഇവിടെ എംബസിയിൽ വർക്കിംഗും ഉണ്ട്. പിന്നെ ലാംഗ്വേജ് ട്രെയിനിങ് നമ്മൾ മിക്കവാറും ഇപ്പം ഞാൻ പോകുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ അതേപോലെ നമ്മൾ വീണ്ടും കോളേജിലേക്ക് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ വർക്കും ഉണ്ട് എംബസിയിൽ. കുറച്ച് ഹെക്ടിക് ആയിരിക്കും, പക്ഷെ എന്നാലും വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്. ഇതൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ നട്ട്ഷെൽ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു സർ. സർ, അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇൻട്രോവേർട്ടഡ് ആയിട്ടിരിക്കുന്നതും അതേപോലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഇതൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ജലീൽ പറഞ്ഞോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ 1-2 പ്രാവശ്യം ഞാൻ നോട്ടീസ് ചെയ്തു. I would say I am a very proud introvert.
ഫ്രം ചൈൽഡ്ഹുഡ് ടു കോളേജ്. അപ്പോ ഒരു എക്സാമ്പിൾ ഞാനാണ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ടൈപ്സ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സർവീസിലും എല്ലാ ടൈപ്പ് പേഴ്സണാലിറ്റി ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാവരും വരുന്ന ആൾക്കാരൊക്കെ എല്ലാ ഫീൽഡിലും എന്താ പറയാ ടാലന്റ് ഉള്ള ആൾക്കാർ, അങ്ങനെ ആവണമെന്നില്ല. അപ്പം വെരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആണ് നമ്മുടെ സർവീസിലുള്ളത്. അപ്പം ഞാൻ പേഴ്സണലി ഐ വാസ് എൻ ഇൻട്രോവേർട്ട് ആൻഡ് ഐ എം സ്റ്റിൽ എൻ ഇൻട്രോവേർട്ട്. ഐ എൻജോയ് ദാറ്റ്. അപ്പോൾ അത് ഇൻട്രോവേർട്ട് ആയിരിക്കുന്ന ഒരു നെഗറ്റീവ് അല്ല. കാരണം പ്ലസ് ഇംഗ്ലീഷ്, ഐ ഓൾസോ സ്റ്റഡീഡ് ഇൻ മലയാളം മീഡിയം. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ കോളേജിൽ ചെന്ന് 3rd ഇയർ 4th ഇയറിലായപ്പോഴാണ് കുറച്ചും കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത്. കാരണം പ്ലേസ്മെന്റിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചു. പിന്നെ 2 വർഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പം ദീസ് ആർ നോട്ട് ഡിഫൈനിങ് ഫാക്ടേഴ്സ്. നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു സിവിൽ സർവീസിന് വേണ്ടിയുള്ള പാഷൻ, ആ എനർജി, ആ ഫയർ, അതാണ് ആക്ച്വലി ഡിഫൈനിങ് ഫാക്ടേഴ്സ്. ജലീൽ എന്താ പറയുക? സത്യം പറഞ്ഞാലേ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പലരും വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഷൈനെസ്, നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ആണ് ഇൻട്രോവേർട്ട്സ് എന്ന് കരുതുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാനിവിടെ വായിച്ചാണ്, പിന്നെ ഞാൻ ഒരു ഇങ്ങനെ സൈക്കോളജിക്കൽ അങ്ങനെ വല്ല പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് എനർജി ഡ്രോ ചെയ്യുന്ന ഒരാളെ ഇൻട്രോവേർട്ട് എന്നും, എക്സ്റ്റേണൽ സോഴ്സസ് എനർജി ഡ്രോ ചെയ്യുന്ന ഒരാളെയാണ് എക്സ്ട്രോവേർട്ട് എന്നും പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇൻട്രോവേർട്ട് ചെയ്യുന്നത് ഉള്ളിൽ നിന്ന് എനർജി ഡ്രോ ചെയ്യലാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളെ പിടിച്ചു വലിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾക്ക് ട്രെയിനിങ്ങിലൂടെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ട്രൈ ചെയ്യാതെ മാറി നിന്നതിനാൽ ചിലപ്പോൾ ശരിയാവില്ലായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്തെങ്കിലും ഒരു കുറവൊന്നുമല്ല. അതൊരു പിന്നെ ഞാനും വിചാരിക്കുന്നത് ഇൻട്രോവേർട്ട് ആണെന്നാണ്. അപ്പം അതൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇൻട്രോവേർട്സിനും ഒരുപാട് ഈവൻ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ വരെ പറയുന്നുണ്ട് ദേ ആർ ഇൻട്രോവേർട്സ്. അപ്പം ഐ മീൻ ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവർ, നമുക്ക് ആലോചിക്കാം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ എങ്ങനെയാണ് ഇൻട്രോവേർട്ട് എന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ പോസിബിൾ ആണ്. ചില കാര്യങ്ങൾ നമുക്ക് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആവുന്നത് നമ്മളെ ഒരു സംഭവം ചെയ്യുന്നതിലും നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സംഭവം. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if we get a cadre which is not our home state in IAS, what is the chance that we can serve in our home state for some years in our service? There are two chances, two possibilities. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പം സേവ് ചെയ്യുന്നത് രാജസ്ഥാൻ കേട്ടിലാണ്. ആഫ്റ്റർ 5 years ഓഫ് സർവീസ്, 5 ആണോ 7 ആണോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ആഫ്റ്റർ സെർട്ടൻ പീരീഡ് ഓഫ് സർവീസ് വി ക്യാൻ അപ്ലൈ ഫോർ ഇന്റർ കാഡർ ട്രാൻസ്ഫർ. ഞങ്ങളുടെ രാജസ്ഥാൻ കാഡറിലുള്ള രണ്ടല്ല ഒരുപാട് ആൾക്കാർ, ഒരു കർണാടക സ്റ്റേറ്റിലുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പം കർണാടക കാഡറിൽ ഓൺ ഡെപ്യൂട്ടേഷൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സെയിം ഒരു ആന്ധ്ര കാഡറിലുള്ള ഒരാളുണ്ട്, അവരും ആന്ധ്ര കാഡറിലാണ് ഇപ്പം ഡെപ്യൂട്ടേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ദാറ്റ് പോസിബിലിറ്റി ഈസ് ദെയർ. ബാക്കി നമ്മുടെ സെൻട്രൽ ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുമ്പോൾ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഒരുപാട് ടൂർസ്, ഒരുപാട് ഇലക്ഷൻ ഒബ്സർവർ ആയിട്ട് പോവാം. there are multiple possibilities, but ഒരു കാഡർ എന്ന് പറയുന്നത് once you are into service, അപ്പം ഒരു ഏത് കാഡർ ആണെങ്കിൽ ആ കാഡറിൽ നമ്മൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ ലാംഗ്വേജും അവിടുത്തെ സിസ്റ്റവും ഒക്കെ പഠിച്ചെടുക്കാനും ഒരുപാട് സമയം എടുക്കും. എനിക്ക് തന്നെ ഒരു 1 year ആയിട്ട് രാജസ്ഥാനിലെ കൾച്ചറും സിസ്റ്റം ഒക്കെ പഠിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച് ഇവിടെ ഒരു നമ്മുടെ റൂട്ട്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വേറെ ഏതെങ്കിലും കാഡറിലോട്ട്, ഈവൻ ഇൻക്ലൂഡിങ് ഹോം സ്റ്റേറ്റ്, അവിടേക്ക് പോകാനൊക്കെ നമുക്കൊരു റിലക്റ്റൻസി ഉണ്ടാവും. വളരെ ചുരുക്കം ആൾക്കാരെ പോകാറുണ്ട്. ബട്ട് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഇനി ഹോം സ്റ്റേറ്റ് അല്ലാതെ വേറൊരു സ്റ്റേറ്റ് വേറെ കാഡറിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിലും അതിനും പോസിബിലിറ്റീസ് ഉണ്ട്. ഒരു ജലീൽ, you might be heard about cadre based management, I mean marriage. Yes. So CBM is also there, cadre based marriage. So രണ്ട് ആൾക്കാർ സർവീസ് കയറിയ ശേഷം
കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും കൂടെ ഒരു കാഡറിലോട്ട് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഒരു കേഡർ ബേസ് സർവീസ് അല്ല, അതുകൊണ്ട് 3 കേഡർ ബേസ് സർവീസുകളാണ് ഉള്ളത് ഓൾ ഇന്ത്യ സർവീസിൽ. IAS, IPS, പിന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഇതിൽ മൂന്നിലാണ് കേഡർ ഉള്ളത്. ബാക്കിയുള്ള സർവീസുകളിലൊന്നും കേഡർ ഇല്ല. ചിലപ്പം റീജിയൻസ് ഉണ്ടാവും, സോൺസ് ഉണ്ടാവും, പക്ഷെ അത് തന്നെ ഫിക്സ്ഡ് ആയിരിക്കില്ല. അവർക്ക് ഇന്റർ സോണൽ ആയിട്ടൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ സർ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, civil service is treated as one of the most hectic professions. Even in this 21st century, many individuals, especially girls or their parents, hesitate to let their child pursue this career, showing these difficulties. So being an IAS as well as an IFS officer, have you ever thought that this job is not allowing me to enjoy my life or pursue my passion? നല്ല ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണലി നമ്മുടെ സർവീസിൽ റിയലിസ്റ്റിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഹലോ ഓക്കെ, അതിലെനിക്ക് തോന്നുന്നു അതിന്റെ ഫസ്റ്റ് ഗേൾ ആയ രീതിയിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ആലോചിക്കുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിവിൽ സർവൻസ് ആരൊക്കെയാണെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന കുറച്ച് പേരുകളുണ്ട്. അതിലെന്തായാലും 2-3 ആൾക്കാർ ഗേൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നായിരിക്കും അനുപമ മാം അല്ലെങ്കിൽ നിരുപമ റാവു, പിന്നെ ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഓക്കെ ജുനൈദ് അല്ല പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. ഇപ്പോ ലൈഫ് ഈസ് ഹെക്റ്റിക്. പല സമയത്തും പല ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ, ഇപ്പം ഞാൻ പേഴ്സണൽ എന്റെ മാത്രം എക്സ്പീരിയൻസ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജനറലൈസ്ഡ്. ഇലക്ഷൻ ഒക്കെ വരുമ്പോൾ ആസ് എ റിട്ടേണിംഗ് ഓഫീസർ നമ്മൾ എന്താ പറയുക 24 hours ബിസി ആയിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ എന്റെ വീട്ടിൽ നിന്ന് എന്റെ പേരൻസ് ഇവിടെ രാജസ്ഥാനിൽ വന്നു. എനിക്ക് ഇലക്ഷൻ ടൈമിലാണ് മര്യാദ കാണാൻ പോലും പറ്റിയില്ല കേരളത്തിൽ നിന്നോട്ട് വന്നിട്ട്. അറ്റ് സെയിം ടൈം ഇപ്പം പാൻഡമിക് കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലൈഫ് ഹെക്റ്റിക് ആയിരിക്കും. ഇപ്പം പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ യുവർ പോസ്റ്റിംഗ്. നിങ്ങൾ ഫീൽഡ് പോസ്റ്റ് ആണെങ്കിൽ, ഇൻ IAS ഫീൽഡ് പോസ്റ്റിലാണെങ്കിൽ നല്ല ഹെക്റ്റിക് ആയിരിക്കും. സെയിം ടൈം സെക്രട്ടറി പോസ്റ്റ് ആണെങ്കിൽ ഇത്ര ഹെക്റ്റിക് ആയിരിക്കില്ല. സെയിം ടൈം എത്രയൊക്കെ ഹെക്റ്റിക് ആണെങ്കിലും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റീസ്. ഇപ്പം ദാറ്റ് ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഹോബീസ് ആയിക്കോട്ടെ, അതൊക്കെ പെർസ്യൂ ചെയ്യാൻ നമുക്ക് ആമ്പിൾ ടൈം നമുക്ക് കിട്ടും. It is not that you are busy 24/7, 30 days and month, 365 days. Not like that. വളരെ തിരക്കുള്ള, വളരെ ടെൻഷൻ ഉള്ള ഒരുപാട് ദിവസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ വി ക്യാൻ എൻജോയ്. പിന്നെ സർവീസിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വെറൈറ്റി ഓഫ് പാഷൻസ്, വെറൈറ്റി ഓഫ് ഹോബീസ് പെർസ്യൂ ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനി ഹോബീസ്, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ട്രാവലിംഗ് ആയിക്കോട്ടെ, അത് സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ബെസ്റ്റ് ചെയ്യാം. ദാറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ജലീൽ, എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഇതുവരെ അങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് ഞാൻ കടന്നില്ല. കാരണം ഞാനിപ്പം സോഫാർ ഇപ്പൊ ട്രെയിനിങ്ങിലാണ്. ഒരു സൈക്ലിക്കലാണ്. ചില ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടാവും ഇപ്പം ഹെക്റ്റിക് ആവുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഏത് പോസ്റ്റിലാന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അതൊക്കെ ഇപ്പം നേരത്തെ ജുനീദ് പറഞ്ഞ പോലെ ഫീൽഡ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതേപോലെ ഇപ്പം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റൽ പോസ്റ്റിംഗ്സ് ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെയാണ്. നമ്മൾ പോകുന്ന കൺട്രി, അവിടെ ഉണ്ടാകുന്ന എൻഗേജ്മെന്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് വിസിറ്റ്, അല്ലെങ്കിൽ അവിടെ എൻഗേജ്മെന്റ്സ് കൂടുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പം അത് ഹെക്റ്റിക് ആവും. അപ്പം അതൊക്കെ ഒരു സൈക്ലിക്കലായിട്ടുള്ള സംഭവമാണ്. അതേപോലെ മേ ബി നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ ടൈം വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള, അത്ര ഹെക്റ്റിക് അല്ലാത്ത പോസ്റ്റിങ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇപ്പം ഡൽഹിയിലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊന്നും പോരായിട്ട് നമുക്ക് ഡെപ്യൂട്ടേഷൻസ് ഉണ്ട് ഡിഫറെന്റ് മിനിസ്ട്രീസിലേക്കുള്ള. ഇപ്പൊ കേരളത്തിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വേണം ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്കറിയില്ല, ഗവൺമെന്റ് സർവീസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പൊ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു, ഫീൽഡിലെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പം ഫീൽഡിൽ ഇപ്പം ചില ആൾക്കാർ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ഇനീഷ്യേറ്റീവ് എടുത്ത് എക്സ്ട്രാ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും.
നേരെ മറിച്ച് ബെയർ മിനിമം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അതൊരു പേഴ്സണൽ ചോയ്സ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് സർവീസ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി ഉണ്ടാകുമ്പോൾ ഒരു പേഴ്സണൽ കോൾ അതിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ പോസിബിലിറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ ചിലപ്പം നമ്മളൊരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവും. അതിന് പുറമെ നമ്മുടെ ബാക്കിയുള്ള ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതും പെർസ്യൂ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. കാരണം ആ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ വർക്കിനോട് നമുക്ക് നീതി പുലർത്താൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം അതൊക്കെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി നമ്മുടെ പാഷൻ എത്രത്തോളം ഇതിലുണ്ട്, നമ്മുടെ ഹാർട്ട് എത്രത്തോളം ഈ ഒരു പ്രൊഫഷനോടുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സർ. സർ, ഇനി ഒരു ചോദ്യം കൂടെ എടുത്തിട്ട് നമുക്ക് അടുത്ത സെഷനിലോട്ട് മൂവ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: everybody is saying arts is good for IAS preparation, but for somebody interested in science, whether it will help in the exam? Science optional, I think optional around 27 optional topics are there. So you see, I think connection optional kuda general studies 1, 2, 3, 4. There are 4 papers of general studies. So ഒരുപാട് ആൾക്കാർ optional എടുക്കുമ്പോൾ ഫാക്ടർ ചെയ്യുന്ന ഒരു ഫാക്ടർ ഇതാണ്, നമ്മുടെ ജനറൽ സ്റ്റഡീസിലും ആ ഓപ്ഷണൽ എത്രമാത്രം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, അത് ജനറൽ സ്റ്റഡീസ് 1 പേപ്പർ 1 വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഓൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നുണ്ട്. ജോഗ്രഫി പേപ്പർ 1 വരുന്നുണ്ട്. എക്കണോമിക്സ് ആൻഡ് ഓൾ പേപ്പർ 3 വരുന്നുണ്ട്. അപ്പം at the same time സയൻസ് ആൻഡ് ടെക്നോളജി ജനറൽ സ്റ്റഡീസിൽ ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ എവറിഡേ ലൈഫ്, അതുപോലെ മോഡേൺ ഡെവലപ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെയുണ്ട്. ബട്ട് പ്യുവർ സയൻസ് ഈസ് നോട്ട് ദെയർ ഇൻ ജനറൽ സ്റ്റഡീസ്. അപ്പം ലിറ്ററേച്ചർ പഠിക്കുന്ന പോലെ തന്നെയാണ് ലിറ്ററേച്ചർ ആസ് എ ഓപ്ഷനിൽ എടുക്കുമ്പോൾ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ലിറ്ററേച്ചർ ഇല്ല. സ്റ്റിൽ നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ സ്കോറിംഗ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ലിറ്ററേച്ചർ പഠിക്കും. അപ്പൊ അതുപോലെ സയൻസ്, പ്യുവർ സയൻസ് പേപ്പേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ മാത്തമാറ്റിക്സ്, ഇതൊക്കെ മാത്തമാറ്റിക്സ് ഒക്കെ നല്ല സ്കോറിംഗ് ആണ്. ചില എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സ്കോറിംഗ് ആണ്. അപ്പം ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ സയൻസ്, പ്യുവർ സയൻസിന് അത്ര ഹെൽപ്പ് ചെയ്യില്ല. ഇതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇത് തന്നെയാണ് ചോദിച്ചത്. ജലീൽ എന്താ? പിന്നെ ഈ സയൻസും ആർട്സും പൊതുവെ നമ്മൾ കാണുന്നത് മിക്കവാറും ആൾക്കാർ ആർട്സ് സബ്ജക്ട്സ് എടുക്കുന്നതാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡൽഹി ആണല്ലോ പ്രിപ്പറേഷൻ ഹബ്ബ്. അവിടെയുള്ള ഒരുപാട് ഇതേപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം അവർ കേറ്റർ ചെയ്യുന്ന ആൾക്കാർ ഇത് കൂടുതലാണ്. പിന്നെ ഒരു കോച്ചിങ് ഭയങ്കരമായിട്ട് സ്ക്യൂഡാണ് ഈ ആർട്സ് സബ്ജക്ട്സിനെ ഫേവർ ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ സയൻസ് സബ്ജക്ട്സ് പ്രിഫർ ചെയ്യാത്തത്, ഈ മെറ്റീരിയൽസിനൊക്കെ ഒരു പ്രശ്നം കൊണ്ട്. എന്നാലും അതിനകത്ത് ഭയങ്കര പാഷനുള്ള ആൾക്കാർ നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വിചാരിക്കണം എഞ്ചിനീയറിംഗ് എടുത്തുകൊണ്ട് കിട്ടൂല എന്നല്ല അതിനർത്ഥം. എഞ്ചിനീയറിംഗ് എടുത്ത് കിട്ടുന്നവരുണ്ട്. ഒരു പേഴ്സണലി എനിക്ക് കൂടുതൽ താല്പര്യം ഈ ഒരു സബ്ജക്റ്റിനോടെ ആയിരുന്നു. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം അതുകൊണ്ടായിരുന്നു എനിക്കൊരു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു ആ ഒരു ഓപ്ഷനെല്ലാം. അതുകൊണ്ടാണ് ബേസിക്കലി നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് അതിലൊരു മേജർ ഫാക്ടർ. പിന്നെ ഈ മെറ്റീരിയൽസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടെടുക്കുന്ന പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലി എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് സയൻസ് സബ്ജക്ട്സ് എടുത്തിട്ട് പിന്നെ ലേറ്റർ പിന്നെ ആർട്സിലേക്ക് സ്വിച്ച് ചെയ്ത ആൾക്കാരുണ്ട്. അതിൽ തന്നെ അത് നമുക്ക് അതിനകത്ത് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് ആ ഒരു മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇത് പോസിബിൾ ആണ്. എനിക്കൊന്ന് കുറച്ചുകൂടി ചിലപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിരിക്കും ആർട്സ് ഇൻ ദ സെൻസ്. കാരണം ഇതിനൊക്കെ ഒരു പ്രത്യേക മെത്തേഡോ ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഹിസ്റ്ററി ഗ്രാജുവേഷൻ എടുത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേഷൻ എടുത്ത ആളാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും നിങ്ങൾക്ക് ഒരു 30-40% മാർക്ക് ഷുവറായിട്ടും കിട്ടും. കുറച്ചുകൂടി ഒരു ബേസിക് ഒരു ലേണിംഗ് ഒക്കെ നടത്തിയ ഒരാളാണെങ്കിൽ. സയൻസ് എനിക്കൊന്ന് കുറച്ചുകൂടി കോൺക്രീറ്റ് ആണ്, ആൻസേഴ്സ് ഒക്കെ കുറച്ചുകൂടി അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു ഇതുണ്ട്. ആ ഒരു ഡിഫറൻസ് ആയിരിക്കണം. എന്തായാലും ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹെവിലി ആൾക്കാർ ആർട്സ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, താങ്ക് യു സർ. സാറ് നമ്മളോടൊപ്പം പങ്കുവച്ച പാഠങ്ങൾ IAS എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പേർക്ക് പ്രചോദനം നൽകും എന്ന് വിശ്വസിക്കുന്നു.
അതേപോലെ ഇത്രയും തിരക്കിനിടയിലും സമയമെടുത്ത് ഞങ്ങളോട് സംസാരിക്കാൻ എത്തിയതിന് ജുനൈദ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം ഈ ഒരു പരിപാടിയിൽ BAS അക്കാഡമി നടത്തുന്ന സ്കോളർഷിപ്പ് സ്കീമിന്റെ ലോഞ്ചിങ് കൂടിയുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി അസീം നമ്മളോടൊപ്പം ഉണ്ട്. അസീമിനെ ക്ഷണിക്കുന്നു. ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. സുഖാന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്, കാര്യം കോവിഡ് ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയർ ആണ്. കോവിഡിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ പൊതുവെ കുട്ടികൾക്കൊന്നും ഒരു കോച്ചിങ് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഒരു സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യം ഫീസൊക്കെ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഇയർ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്താണ് ഞങ്ങളും DUവും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, നമ്മുടെ 50% ഓഫ് സ്റ്റുഡൻസ് ലാസ്റ്റ് ഇയർ വന്നത് DUയിൽ നിന്നാണ്. അതല്ലാതെ തന്നെ മൈത്രി ആയിട്ട് നമുക്ക് പല രൂപത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇയർ എന്ത് തീരുമാനിച്ചത്, ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം വെക്കാം. കാരണം എല്ലാവർക്കും നേരത്തെ ജുനൈദ് സാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇപ്പൊ എന്താണ്, നിങ്ങളുടെ പ്രിപ്പറേഷന്റെ കൂടെ തന്നെ വേണമെങ്കിൽ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങും കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം പോലെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു പ്രിലിംസ് എക്സാമും അതുപോലെ ഒരു ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം അതിന്റെ റിസൾട്ട് വെച്ചിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ ഒരു 23 പേർക്ക് സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യത്തെ 3 പേർക്ക് 50% സ്കോളർഷിപ്പും അതിനുശേഷം വരുന്ന 20% 20 റാങ്കിലുള്ള ആളുകൾക്ക് ഒരു 25% സ്കോളർഷിപ്പുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് മൈത്രിയുടെ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാവരും തിരക്കുള്ള ആളുകളാണ്, അപ്പൊ കുറെ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ ഈ BAS അക്കാഡമി തന്നെ ഈ വരുന്ന വീക്കെൻഡിൽ ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ഓപ്ഷണൽ എങ്ങനെ തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ നോട്ട്സ് എങ്ങനെ മേക്ക് ചെയ്യണം, ഒരു സ്റ്റഡി സ്കെഡ്യൂൾ എന്തായിരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ടുള്ള വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു 8 to 9 സെഷൻസ് ഉണ്ടാവും. അപ്പം അതിലും ഈ പറയുന്ന ഒരു 3 to 4 ടോപ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ സമയം പോലെ നിങ്ങളും പങ്കെടുക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം എൻറിച്ചിങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മൈത്രിയുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ കോവിഡിന്റെ ഒരു സമയമാണ്, ഇത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആഗ്രഹിച്ചാണ് ഒരു എല്ലാ കുട്ടികളും തന്നെയും DU പോലത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. പിന്നെ പല കാരണങ്ങളാലും ഇങ്ങനെ മാറിപ്പോവുകയാണ്. അപ്പം ഇതൊരു ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് കുറെ പ്രശ്നങ്ങളാണെങ്കിലും അതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നൊരു സന്ദർഭമാണ്. അപ്പം സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജലീലും ജുനൈദിനെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം, അപ്പൊ കുറച്ചാൾ കൂടിയിട്ടാണ് കാണുന്നതൊക്കെ. ബാക്കി ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവരോടും താങ്ക്സ് പറയാണ്. അതുപോലെ തന്നെ ജുനൈദ് സാറിനോടും ജലീലിനോടും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. നൈസ് ടു മീറ്റ് യു അസീം. ഞാൻ ജസ്റ്റ് 1 or 2 കൺക്ലൂഡിംഗ് റിമാർക്സ് പറഞ്ഞ് നിർത്താം. അപ്പോൾ ജസ്റ്റ് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ. കാരണം ഒരുപാട് പ്രോമിസിങ് സ്റ്റുഡൻസ് ആണ്. DUയുടെ ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അസീം പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ട്, അതായത് ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങളിൽ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവാതെ, ഒരുപാട് ആൾക്കാരുടെ പരാജയവും ഒക്കെ കാണും, പക്ഷെ അതിലൊന്നും നിങ്ങൾ ഡിസ്കറേജ്ഡ് ആവാതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തായാലും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി എപ്പോഴെങ്കിലും ചോദിക്കാം. എപ്പോഴെങ്കിലും ഡൽഹിയിൽ വരുമ്പോൾ കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ബൈ ബൈ. താങ്ക് യു സോ മച്ച് സർ, ആൻഡ് താങ്ക് യു അസീം സർ. സ്കോളർഷിപ്പ് സ്കീമിന്റെ ഡീറ്റെയിൽസ് അതേപോലെ രജിസ്ട്രേഷൻ ഫോം സെഷന് ശേഷം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരു ഡൗട്ട് വെച്ചോട്ടെ സാർ? ഓക്കെ. നമ്മള് സിവിൽ സർവീസിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് സിവിൽ സർവീസ് തിരഞ്ഞെടുക്കും എന്നുള്ള. അപ്പൊ അതിന് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉത്തരം പറയാം? ലൈക്ക് സോഷ്യൽ സർവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ പറയുന്നത് യൂഷ്വൽ സോങ് ആണ്. അപ്പൊ എങ്ങനെയാണ് സാർ ഇതിന് ഏറ്റവും മികച്ച ആൻസർ? എന്തുകൊണ്ട് സിവിൽ സർവീസ് അല്ലേ? ഞാൻ കാര്യം പറയാം, നിങ്ങൾ ഈ ചോദ്യം ഫേസ് ചെയ്യേണ്ട ഒരു ഇന്റർവ്യൂ സ്റ്റേജിലായിരിക്കുമല്ലോ തീർച്ചയായും. അപ്പം ഇന്റർവ്യൂവിന് എനിക്ക് തോന്നുന്നു പിന്നെ
എന്തുകൊണ്ട് സിവിൽ സർവീസ് എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും ഒരു ആൻസർ എന്നോട് എന്തുകൊണ്ടോ ചോദിച്ചിട്ടില്ല ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പം എനിക്കുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് ഞാൻ പറയാൻ വെച്ച ഒരു ആൻസർ. അപ്പം പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ആണ് എന്നാലല്ല. കാരണം നമ്മളെപ്പോഴും പിന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ചെയ്യുന്ന പ്രൊഫഷനിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് കേട്ടെന്ന് അറിയില്ല, ഈ അബ്രഹാം ലിങ്കന്റെ ഒരു കഥയുണ്ട്. അതായത് പിന്നെ അബ്രഹാം ലിങ്കൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പിന്നെ ഈ ബ്ലാക്സിന്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് സ്ലേവറി അവസാനിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ മൂപ്പര് ഒരു തവണ ഇങ്ങനെ ഒരു വാഗണിൽ പോകുന്ന സമയത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടായി. കോൺവെർസേഷനിൽ മൂപ്പര് പറഞ്ഞു ഞാനെല്ലാം ചെയ്യുന്നത് സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരെ ഫ്രണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് കൂടിയിട്ട് ഈ സമൂഹത്തിനൊക്കെ നല്ലത് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ സുഹൃത്ത് പറഞ്ഞു. അപ്പം അബ്രഹാം ലിങ്കൺ പറഞ്ഞു, അതൊന്നും അല്ല, എനിക്ക് നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഞാൻ എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പന്നിക്കുട്ടി ഒരു ചെളിക്കുണ്ടെന്ന് കയറി വരാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നത് കണ്ടു. എബ്രഹാം ലിങ്കൺ പോയി അതിനെ സഹായിച്ചു, അതിനെ പുറത്തെടുത്തിട്ടിട്ട് തിരിച്ച് വാഗണിലേക്ക് വന്നു. അപ്പൊ സുഹൃത്ത് ചോദിച്ചു, ഇപ്പൊ നിങ്ങളൊരു പന്നിക്കുട്ടിനെ സഹായിച്ചു, അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ എന്ത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്? നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപകാരമില്ല. അപ്പം എബ്രഹാം ലിങ്കൺ പറഞ്ഞത്, തിരിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടും, അത് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളെ സാറ്റിസ്ഫാക്ഷൻ ബാക്കിയുള്ളവരുടെ ഒരു സർവീസിലും കൂടി ഉണ്ടാവുക. അപ്പൊ ഇത്രയൊക്കെ നമുക്കൊരു ഇന്റർവ്യൂവിന് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഇത് ഞാൻ ചിന്തിച്ചു വെച്ചൊരു കാര്യമാണ്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അത് എത്രത്തോളം യുണീക്ക് ആവുന്നോ അത്രത്തോളം അത് ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ യുണീക്ക് ആവാൻ വേണ്ടിയിട്ട് വെറുതെ ട്രൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് പറയാം. പിന്നെ ഒരു ചോദ്യമല്ല, അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. എവിടെയെങ്കിലും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പം ഒരു ചോദ്യത്തിന്റെ പിന്നാലെ അങ്ങനെ വല്ലാതെ അങ്ങനെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പേഴ്സണൽ ആക്കാൻ നോക്കുക, എല്ലാ ആൻസറും കുറച്ചുകൂടെ പേഴ്സണൽ ആക്കാൻ നോക്കുക. അതായത് ഒരു ടെംപ്ലേറ്റ് നോക്കി പഠിക്കുക എന്നല്ല, അതിനപ്പുറത്തേക്ക് പേഴ്സണൽ ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു ടേക്ക് ഉണ്ടാവും എല്ലാത്തിനും. അതാണ് എനിക്ക് പറയാനുള്ളത്. ജലീൽ സർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ പേരൊന്ന് പറയാമോ? സർ, എൻ്റെ പേര് അമിനീഷ് മനോജ് എന്നാണ്. ഞാൻ സക്കീർ ഹുസൈനിലത്തെ ഫസ്റ്റ് ഇയർ ഹിസ്റ്ററി ഓണർ സ്റ്റുഡൻ്റ് ആണ്. സർ, ചോദ്യം എന്താന്ന് വെച്ചാല്, ഞാനിപ്പോ എല്ലാ ദിവസവും മറ്റേ ഡെയിലി അനലൈസിസ് പഠിക്കുന്നുണ്ട്, ന്യൂസ് പേപ്പർ അനലൈസിസ്. ശങ്കർ IAS അക്കാഡമിന്റെ അനലൈസിസ് യൂട്യൂബിൽ നിന്ന് PDF ആക്കിയാണ് പഠിക്കുന്നത്. പക്ഷെ എന്റെ സംശയം എന്താ വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതിന് സമയം കളയുന്നതിനേക്കാളും നല്ലത് NCERT ടെക്സ്റ്റ് ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞൊരു നമ്മൾ ആ ഡിഗ്രി കിട്ടാവുന്ന വർഷം തുടങ്ങുമ്പോൾ മാത്രമാണ് ഡെയിലി ന്യൂസ് അനലൈസിസ് ഒക്കെ കൃത്യമായിട്ട് അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ ഇപ്പൊ തന്നെ NCERT ഫോക്കസ് ചെയ്യണോ, അതോ ഞാനിപ്പോ ഡെയിലി ന്യൂസുകളുടെ അനലൈസിസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോകണം? അതെന്താണ്? ബേസിക്കലി ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിന്റെ പാർട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരിക്കലും നമുക്ക് ഈ ന്യൂസ് പേപ്പർ റീഡിങ് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആവേണ്ട ഒരു കാര്യമാണ്. ഇപ്പം പല മെത്തേഡ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ചിലപ്പം ഓൺലൈനായിട്ടായിരിക്കും ന്യൂസ് കൺസ്യൂം ചെയ്യുക. ഇപ്പം ചില ആൾക്കാർ ട്രോളിൽ വരെ ചില ആൾക്കാർ ന്യൂസ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. എന്തായാലും ന്യൂസ് അറിയുക, നമ്മുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ടാവുക, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം അത് ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ ഈവൻ നമ്മളിനി പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി ആണല്ലോ നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് അവെയർ ആവുന്നുള്ളത്. അപ്പോൾ അതവിടെ ഉണ്ട്. പിന്നെ UPSCക്ക് വേണ്ടി ന്യൂസ് പേപ്പർ വായിക്കുക, അനലൈസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഓരോ സമയത്തും ഇപ്പം നിങ്ങൾ എക്കണോമിക്സിലേക്ക് വരുമ്പം ഇൻഫ്ലേഷൻ, പിന്നെ അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ടാവും, പിന്നെ മോണിറ്ററി പോളിസി, മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, ഇങ്ങനെ പല ടേംസ് നിങ്ങൾ എൻകൗണ്ടർ ചെയ്യും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റീഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചോ. പക്ഷെ UPSC പ്രിപ്പറേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ടേം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സ് എടുക്കുമ്പോൾ, പൊളിറ്റിക്കൽ സയൻസ് എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില പ്രൊവിഷൻസ് ഉണ്ടാവും. നിങ്ങളൊരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന സമ്മിറ്റിൽ ഇന്ന കാര്യം നടന്നു എന്നുണ്ടാവും. അപ്പൊ നിങ്ങളൊരു UPSC പെർസ്പെക്റ്റീവ് ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ആ സമ്മിറ്റ് എന്താണ് ഇതുവരെ അതിൽ നടന്നത്,
അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇതുവരെ ഉണ്ടായ നെഗോഷിയേഷൻസ് എന്താണ്, ബേസിക് എക്കണോമിക് ടേംസ് എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ സബ്ജക്ട്സിന്റെയും ബേസിക്സ് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ന്യൂസ് പേപ്പർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി അതാണ്. ഫസ്റ്റ് കുറച്ച് മാസങ്ങൾ നിങ്ങൾ മാക്സിമം ഫോക്കസ് നിങ്ങളുടെ ബേസിക് ബുക്സിന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ടേംസ് മനസ്സിലാവും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിന്റെ ബേസിലായിരിക്കണം നിങ്ങളുടെ ന്യൂസ് പേപ്പർ റീഡിങ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാനും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഐ ഹോപ്പ് ആൻസർ ചെയ്തു ആയിരിക്കുന്നു. യെസ് താങ്ക് യു സർ. അടുത്ത ക്വസ്റ്റ്യൻ എംബസികളിലെ ജോലി സാധ്യതകളെ കുറിച്ചാണ്. അപ്പൊ ഏതൊക്കെ മേഖലകളിലാണ് അതുള്ളത്, അതേപോലെ ലാംഗ്വേജസിൽ UG PG ചെയ്ത ശേഷം IFSന് വേണ്ടി ശ്രമിക്കുന്നതിനെ പറ്റി സാറിന്റെ അഭിപ്രായം. ലാംഗ്വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ ലാംഗ്വേജ് ആണോ? ആയിക്കോല്ലോ അല്ലെ? അതെ അതെ. അപ്പോൾ എംബസികളുടെ ജോലി സാധ്യതകൾ, അപ്പം ജനറലി ഫോറിൻ സർവീസിൽ നമുക്കിപ്പം ഒരു കൺട്രി പോസ്റ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്തുള്ള മിഷൻസ് ആയിരിക്കും. ഈ മിഷൻസ് തന്നെ പല രീതിയിലുണ്ടാവും. ഇപ്പം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, അല്ലെങ്കിൽ UN യുണൈറ്റഡ് നേഷൻസ്, അതേപോലുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബൈലാറ്ററൽ ഓർഗനൈസേഷൻസ്, മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള പോസ്റ്റിംഗ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റിലുള്ള ചില പോസ്റ്റിങ്സ് ഉണ്ട്. അങ്ങനെ പല ഓപ്പർച്യൂണിറ്റി. എംബസിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ രാജ്യം, നമ്മൾ പോകുന്ന രാജ്യമായിട്ടുള്ള എൻഗേജ്മെന്റ്, ആ റീജിയനിൽ ആ രാജ്യത്തിനുള്ള ഇമ്പോർട്ടൻസ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജോലിയുടെ സാധ്യത. അപ്പൊ ഏറ്റവും പ്രൈമറി വർക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വർക്കാണ്. അപ്പം അതും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പൊളിറ്റിക്കൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ രാജ്യത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കൺട്രി പല ഇഷ്യൂസിലും നമ്മുടെ കൺട്രി എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസിലാണ് അത് വരിക. ഈ വിസിറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഹോസ്റ്റ് കൺട്രിയിൽ, ആ നടക്കുന്ന കൺട്രിയിൽ എന്തൊക്കെ, നമ്മൾ പോസ്റ്റഡ് ആയിരിക്കുന്ന കൺട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ. ഇതിന് പുറമെ കമേഴ്സ് വർക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം മേജർ വലിയ വലിയ പിന്നെ അവിടുത്തെ കമ്പനീസുമായിട്ട് എൻഗേജ് ചെയ്യുക, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഡിഫൻസ് കോമ്പോണന്റ് വളരെ കൂടുതലായിട്ട്, ഒരുവിധം എല്ലാ രാജ്യത്തും ഡിഫൻസ് വിങ് ഉണ്ടാവും. ഡിഫൻസ് കോമ്പോണന്റ് വളരെ കൂടുതൽ. ഇപ്പം ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിൽ മേജർ കോമ്പോണന്റ് ആണ് ഡിഫൻസ്. അപ്പോൾ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടാവും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വർക്ക്സ് ഉണ്ടാവും. പിന്നെ കോൺസുലാർ, ഇപ്പം ഒരുപാട് എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള രാജ്യങ്ങളാണെങ്കിൽ കോൺസുലാർ വർക്ക് ഒരു മേജർ പോർഷൻ ആയിരിക്കും. അവർ ഡയസ്പോറിന്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു മേജർ പോർഷൻ ആയിരിക്കും. ഇതിന് പുറമെ ഇൻഫർമേഷൻ ഉണ്ട്, പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ രാജ്യം അനുസരിച്ചായിരിക്കും സ്കോപ്പ് ഓഫ് വർക്ക് ഉണ്ടാവുക. ഇതൊക്കെയാണ് ഒരു ജനറൽ ഐഡിയ ഓഫ് സ്കോപ്പ് ഓഫ് വർക്ക് ഇൻ ആൻ എംബസി. താങ്ക് യു സർ. പിന്നെ വന്നൊരു ചോദ്യമാണ്, ആർ ദർ ഓപ്പർച്യൂണിറ്റീസ് ടു കണ്ടിന്യൂ അവർ സ്റ്റഡീസ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ സർവീസ്? അതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മിസ് ചെയ്തു. കഴിഞ്ഞ ഇതിൽ ചോദിച്ച ഒരു ലാംഗ്വേജിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലാംഗ്വേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സിവിൽ സർവീസ് എക്സാമിനേഷന് എന്തായാലും അതിന് സ്കോപ്പ് ഒന്നുമില്ല, കാരണം ഫോറിൻ ലാംഗ്വേജ് വരുന്നില്ല. ലാംഗ്വേജ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന, ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ലാംഗ്വേജ്, ഇപ്പം നിങ്ങൾ ഫ്രഞ്ച് പഠിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക്, ബൈ ദ വേ ഞാൻ ഡൽഹിയിൽ ഉണ്ടായ സമയത്ത് ഞാൻ ഇതിന്റെ ഒരു എക്സാം, എനിക്ക് തോന്നുന്നു ലാംഗ്വേജ് സ്റ്റഡീസ് അവിടെ ജാമ്യന്റെ ഒരു എക്സാം ഞാൻ വെറുതെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ്, അങ്ങനെ എന്തോ ഒരു കോഴ്സായിരുന്നു അത്, ഫ്രഞ്ചിന് വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടിയ, പക്ഷെ ഞാൻ പോയില്ല. പിന്നെ അപ്പോഴത്തേക്കും സർവീസിൽ കയറി. അപ്പം അത് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഒന്നിക്കിൽ നിങ്ങൾക്ക് പിന്നെ അതേ ലാംഗ്വേജ് തന്നെ എടുത്തിട്ട് നിങ്ങൾ ആ രാജ്യത്ത് പോകണം. ഇപ്പോൾ ഫ്രഞ്ച് പഠിച്ച ഒരാൾ ഫ്രാൻസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ആ ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങളുടെ ബേർഡൻ അത്രയും കുറയും, നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. പക്ഷെ ഇവർ ശരിക്കും വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് അവിടെ, നമ്മൾ ലോക്കൽസിന്റെ കൂടെ താമസിച്ചിട്ടാണല്ലോ ഈ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഒരു മോർ ദാൻ വൺ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആവണമെന്നില്ല. കാരണം ഇപ്പം ഒരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ റീജിയനിലേക്ക് മാത്രമായിരിക്കില്ല.
മേ ബി 1-2 പോസ്റ്റിംഗ് അല്ലെങ്കിൽ 2-3 പോസ്റ്റിംഗ് ഒക്കെയാണ് ആ റീജിയണിൽ പോസ്റ്റഡ് ആവുക. അല്ലെങ്കിൽ നിങ്ങൾ ജനറലി വേറെ എവിടെ വേണമെങ്കിലും ഏത് ഭാഗത്ത് വേണമെങ്കിലും പോസ്റ്റഡ് ആവാം. അതുകൊണ്ട് ലാംഗ്വേജ്, പക്ഷേ ലാംഗ്വേജ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് തന്നെയാണ് പ്രൈമറിലി എല്ലാ ഒരുവിധം രാജ്യങ്ങളിലൊക്കെ ഡിപ്ലോമസി കണ്ടക്ട് ചെയ്യുന്ന ലാംഗ്വേജ്. അതുകൊണ്ട് അതൊരു ഭയങ്കര ഇപ്പം വേറൊരു ലാംഗ്വേജിനെ അറിയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് ഇറ്റ്സ് എ ചോയ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ചോയ്സ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ സർ, മറ്റേ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആർ ദർ ഓപ്പർച്യൂണിറ്റീസ് ടു കണ്ടിന്യൂ അവർ സ്റ്റഡീസ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ദ സർവീസ്? ഓക്കെ, സ്റ്റഡീസ് കണ്ടിന്യൂ എന്നുള്ളത് പിന്നെ നമുക്കിപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ, ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല, പക്ഷെ അങ്ങനൊരു പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ലീവ് എടുത്ത് പിന്നെ നമുക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി പഠിക്കാനുള്ള, ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സർവീസിലും ഉണ്ട്. പിന്നെ IFSലെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് കുറവാണ്. IASലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് പോവാറുണ്ട്. എന്നാലും IFSലും പോകുന്നവരുണ്ട്. അതേപോലെ നമുക്ക് ഇന്റർപ്രറ്റർ ലെവലിൽ ഈ ലാംഗ്വേജ് തന്നെ ഹയർ സ്റ്റഡീസ് ആയിട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആ ഒരു ഓപ്ഷൻ എപ്പോഴും ഉണ്ട്. എനിക്കൊന്ന് 5 വർഷം എത്ര ഒരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം നമ്മൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. ഓക്കെ സർ. പിന്നെ സാറിനോടുള്ള ഒരു ചോദ്യമാണ്, അതായത് സാറ് IFS ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാൻ സത്യം പറഞ്ഞാല് കൺഫ്യൂസ്ഡ് ആയിരുന്നു IASഉം IFSഉം. അപ്പൊ ഞാൻ IAS ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടും എക്സാം എഴുതിയിട്ടുണ്ട്, IFS ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടും എക്സാം എഴുതിയിട്ടുണ്ട്. എനിക്ക് ജനറലി പിന്നെ IFSനോടൊരു താല്പര്യം, ഫോറിൻ സർവീസ് ഇന്റർനാഷണൽ റിലേഷൻസിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഓപ്ഷനിലും പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഒരു പ്രൈമറി റീസൺ. പിന്നെ ഇതുപോലെ നമ്മുടെ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ എപ്പോഴും പുതിയൊരു കൾച്ചർ, എപ്പോഴും എന്തെങ്കിലും പുതിയതിലേക്ക് ഒന്ന് നോക്കി കാണാണ്ടല്ലോ. 3 ഇയേഴ്സ് ഇപ്പൊ ഇവിടെ 2 ഇയേഴ്സ് ആണ്. അപ്പൊ ഇത് കഴിയുമ്പോൾ വേറൊരു പുതിയൊരു കൺട്രി, പുതിയൊരു കൾച്ചർ, പുതിയ ആൾക്കാർ. അപ്പം അങ്ങനെ എപ്പോഴും ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ട്. അങ്ങനെയാണ് ചൂസ് ചെയ്തത്. പക്ഷെ സ്റ്റിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ സർ. പിന്നെ വന്നൊരു ചോദ്യമാണ്, ഷുഡ് വി ഫോക്കസ് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ഫോർ ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇഫ് വി വാണ്ട് IFS? പേഴ്സണാലിറ്റി ടെസ്റ്റ് നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇന്റർനാഷണൽ റിലേഷൻസ് എന്നായിരിക്കോ. IFS ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ ചിലപ്പം കൂടുതൽ ഇന്റർനാഷണൽ റിലേഷൻസ് ചോദിക്കാം. അപ്പം പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ അത് ഒരാളെ സ്ട്രാറ്റജി ആയിരിക്കും. അപ്പം അങ്ങനെ വല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തായാലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അത് നല്ലതായിരിക്കും. അങ്ങനെ പ്രത്യേക ഫോക്കസ് മേ ബി IFS ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഇന്റർനാഷണൽ റിലേഷൻസിനെ പ്രത്യേകിച്ച് എടുക്കാം. പക്ഷെ ഒരു മേജർ പോർഷൻ ആണ്. നമ്മുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർനാഷണൽ റിലേഷൻസ്. കാരണം എല്ലാവരും ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഏരിയ ആണല്ലോ ഇന്റർനാഷണൽ റിലേഷൻസ്. പിന്നെ അപ്പം മേജർ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ഹെൽപ്പ് ചെയ്യും ഇന്റർവ്യൂ സ്റ്റേജിലൊക്കെ. ഓക്കെ സർ. പിന്നെ യുണൈറ്റഡ് നേഷൻസിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ? അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം? പ്രിപ്പറേഷൻ ആസ് ഇൻ UN ഡിപ്ലോമാറ്റിക് സർവീസ് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ഡിപ്ലോമാറ്റിക് സർവീസ് ആണ്. അത് നമ്മുടെ ഫോറിൻ സർവീസിലൂടെ എടുക്കുന്നത്. നമ്മൾ UN പോകുന്നത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ട് UN പോകുന്നതാണ്. ഇപ്പോൾ ശശി തരൂർ ഒക്കെ സാറൊക്കെ എന്ന് പറഞ്ഞാൽ UN ഡിപ്ലോമാറ്റ് ആണ്. ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് UN പോയതല്ല, UNന്റെ തന്നെ ഡിപ്ലോമാറ്റിക് കോറിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ 2 ഡിഫറെന്റ് സർവീസസ് ഉണ്ട് ഇതിൽ. നമ്മൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇന്ത്യന്റെ ഇൻട്രസ്റ്റ് ഫെർദർ ചെയ്യാം. അപ്പം UN തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ പൊളിറ്റിക്കൽ ഡിവിഷൻ ഉണ്ട്, UNSC ഉണ്ട്, പിന്നെ എക്കോസോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കൾച്ചറൽ അതിന്റെ ഉണ്ടാവും, ഫുഡ് പ്രോഗ്രാം ഉണ്ടാവും, അങ്ങനെ പല 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 പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം ഒരു ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. മൂപ്പരാണ് ഹെഡ് ഓഫ് ദ മിഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ
ഇന്ത്യൻ്റെ മെയിൻ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. അതിന് പുറമെ ഓഫീസേഴ്സ് ഉണ്ടാവും. പൊളിറ്റിക്കൽ ഓഫീസർ ഉണ്ടാവും, സോഷ്യൽ കാര്യങ്ങൾ ഓഫീസർ ഉണ്ടാവും, അങ്ങനെ പല ഓഫീസേഴ്സും ഉണ്ടാവും. അപ്പം അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് സ്കോപ്പാണ് ഇതിലുള്ളത്. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സർ, ലൈഫ് എങ്ങനെയാ ആസ് എ IAS ഓഫീസർ? സർ, റൂട്ടീൻ എന്താ? ഈ ചോദിക്കുന്ന ആളുടെ പേരും എന്താണ് പഠിക്കുന്നത്? എന്റെ പേര് മുഹമ്മദ് റിഷാദ് ആണ്. ഞാനൊരു IFS ആസ്പിരന്റ് ആണ്. ഞാൻ പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാം. പൊളിറ്റിക്കൽ സയൻസ്. ലൈഫ് റുട്ടീനാണോ ചോദിച്ചല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാനൊരു ട്രെയിനിയാണ്. ഞാൻ 3rd സെക്രട്ടറി ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലാണ് ഉള്ളത്. അപ്പൊ എന്റെ പ്രൈമറി വർക്ക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ട്രെയിനിങ് തന്നെയാണ്. അപ്പം ലാംഗ്വേജ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ യൂണിവേഴ്സിറ്റി പോയിട്ടുള്ള ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ രാവിലെ 9 to 2 അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ വരെയും ലാംഗ്വേജ് ട്രെയിനിങ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പലരും പോലെ ഇപ്പം സൂമിലാണ് ക്ലാസ് ഒക്കെ നടക്കുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ എംബസി വർക്കാണ്. ഇപ്പം നമ്മൾ ഓരോ ഡിവിഷൻ നമ്മൾ അലോട്ട് ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും തരില്ല, പക്ഷെ അഡോക് ബേസിസിലായിരിക്കും മിക്കവാറും വർക്കൊക്കെ തരിക. അപ്പം ആ ഒരു വർക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോവാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊതുവേ ഇതൊരു നമുക്കിപ്പോൾ ഒരു ഓഫീസ് ടൈമിലേക്ക് ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓഫീസർ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാനുണ്ടാവും. രാത്രിയിൽ ഇപ്പം എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ചുകൂടി ഒരു ഡേ ജോബ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഇന്ന് ഡെയിലി തന്നെ നമ്മളിപ്പം ഒരു ഓഫീസർ ആണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ ഓഫീസർ അല്ലെങ്കിൽ കൊമേഴ്സ് ഓഫീസറൊക്കെ ആണെങ്കിൽ നമുക്ക് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പുറത്തു കൊണ്ടു വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ ഒരു ട്രെയിനിയാണ്. അപ്പം എനിക്ക് ആ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സാർ നേരത്തെ പറഞ്ഞില്ലേ എക്കണോമിക്സ് ഒക്കെ നമുക്ക് ന്യൂസ് പേപ്പർ അത് വായിക്കാൻ മനസ്സിലാകത്തില്ല, അങ്ങനെ കുറച്ച് വരുമല്ലോ എക്കണോമിക് ന്യൂസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ന്യൂസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് മനസ്സിലാവുന്ന നോക്കി പോകാൻ സാധ്യത? അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തായാലും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം സിവിൽ സർവീസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ചെയ്യുന്നത് അതേപോലെ വായിച്ചു പോകാന്നുള്ളൂ. ഞാൻ പറയുന്നത് ഒരു കറക്റ്റ് ഒരു UPSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്നതാണ് ബെറ്റർ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ഓരോന്ന് മനസ്സിലാക്കി മുന്നോട്ട് വേണ്ടി ട്രൈ ചെയ്യാം. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ദിവസം ന്യൂസ് പേപ്പർ റീഡിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. നമ്മൾ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ പത്രം വായിച്ച് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ബേസിക്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഓർഡറിലായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുക, അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എപ്പോഴും വായിക്കുന്നത് നല്ലതല്ലേ. സാർ നമസ്കാരം. സാർ എന്റെ പേര് സൈബു എന്നാണ്. സൈബു സാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. സാർ ഈ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ SSC പോലത്തുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ അത് ചില ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ UPSC മാത്രമേ, ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ മൊത്തത്തിൽ ഗവൺമെന്റിൽ ചെയ്ത ആകെ ഈ രണ്ട് എക്സാംസ് മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കപ്പ് ഓപ്ഷൻ വേണമെന്നുള്ള ആൾക്കാർക്ക് വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്തവരും ഉണ്ട്. അപ്പൊ ഞാൻ ആകെ ഈ 2 എക്സാം മാത്രമേ എഴുതിയുള്ളൂ. ആകെ ഒരു ഇന്റർവ്യൂ മാത്രമേ ഞാൻ ജീവിതത്തിൽ കൊടുത്തുള്ളൂ ഫ്രം ജോബ്. അപ്പം അങ്ങനെയാണ്. സർ ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ സർ, എൻ്റെ പേര് ഹന്ന. ഞാൻ MA സോഷ്യോളജി ആണ് ചെയ്തത്. GS മെയിൻസിന്റെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഡൗട്ട്സ് ആണ്. നമ്മൾ GSന് ഓരോ ടോപ്പിക്കിനും നമ്മുടേതായ നോട്ട്സ് ഉണ്ടാക്കണോ, അതോ ടോപ്പേഴ്സിന്റെ നോട്ട്സ് വെച്ച് പ്രിപ്പയർ ചെയ്താൽ മതിയോ? അതുപോലെ തന്നെ GSന്റെ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രിലിംസിന് മുമ്പാണോ അത് കഴിഞ്ഞാണോ ജോയിൻ ചെയ്യുന്നത് നല്ലത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? GSന്റെ ടെസ്റ്റ് സീരീസ് പ്രിലിംസിന് മുമ്പാണോ പ്രിലിംസ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നതാണോ നല്ലത്? ഇതില് GSന്റെ നോട്ട്സ് ഉണ്ടാക്കുക അതിപ്പം ഒരാളെ പേഴ്സണൽ ടേക്ക് ആണ് കുറെ. അപ്പം ഞാൻ കുറച്ച് മടിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഓരോന്നും നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് പിന്നെ
ഒന്നാമത് ഞാൻ എഴുതിയത് എനിക്ക് തന്നെ പിന്നീട് വായിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് പറ്റിയൊരു സ്ട്രാറ്റജി അല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്ന പരിപാടി നിർത്തി. പക്ഷെ പിന്നീട് മെയിൻസ് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഓരോ സാധനത്തിനും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് എക്സാമ്പിൾസ് എഴുതേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇന്ത്യൻ സ്ഥലത്ത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു ജെൻഡർ വയലൻസ് ഉണ്ടായി എന്ന് നിങ്ങൾ അനക്ഡോട്ടലായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആൻസറിനെ യുണീക്ക് ആക്കും. കാരണം ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പേര് എഴുതുന്ന ഒരു എക്സാം ആണ്. ഒരുപാട് പേര് കോമൺ ആയിട്ട് സെയിം സംഭവം തന്നെ എഴുതും. അപ്പൊ നമ്മുടെ ആൻസർ യുണീക്ക് ആക്കുന്നത് ചിലപ്പോൾ ഇതുപോലുള്ള അനക്ഡോട്ട്സ് ആയിരിക്കും. കാരണം നമ്മളൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ആ എക്സാമ്പിൾ വേറെ ആരും എഴുതൂല. അപ്പം ആൾക്കാർ എഴുതുന്ന ഡിഫറെന്റ് എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മളത് കുറച്ചുകൂടി ടു ദ പോയിന്റ് ആണ്, കുറച്ചുകൂടി ബെറ്റർ എക്സാമ്പിൾ ആണെങ്കിൽ അത് നമുക്കൊരു എഡ്ജ് തരും. അപ്പം അതിന് വേണ്ടിയിട്ട് ആ സാധനം എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോട്ട്സ് യൂസ് ചെയ്തത്. അപ്പം അതൊക്കെ ലേറ്റർ ആണ്. അത് ഫസ്റ്റ് ചാൻസിൽ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തു, പക്ഷെ മെയിൻസ് ക്ലിയർ ചെയ്തില്ല. അപ്പം സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് കടക്കുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ഇങ്ങനെ ഞാൻ സ്ട്രാറ്റജി മോൾഡ് ചെയ്തത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് വെച്ചിട്ട് അതിലേക്ക് ഞാൻ മാറിയത്. അപ്പം നോട്ട്സ് എഴുതുന്നത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഒരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നോട്ട്സ് എല്ലാത്തിനും നോട്ട്സ് എഴുതണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ NCERT-ക്കൊക്കെ എനിക്ക് തോന്നുന്നു നോട്ട്സ് എഴുതുന്നതിന് നല്ലത് NCERT വീണ്ടും പല തവണ വായിക്കും. ചില NCERT ബുക്സ് ഒക്കെ NCERT ഒരുപാട് ചോദ്യങ്ങൾ വരും. ചില NCERT ഒക്കെ നമ്മൾ മൾട്ടിപ്പിൾ തവണ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് പല പുതിയ കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പം ജോഗ്രഫിയിൽ ഒരു +1-ന്റെ ഒക്കെ NCERT ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലുള്ള NCERT കേട്ടോ. അപ്പൊ അത് ഈവൻ ലോവർ ക്ലാസ്സിലുള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാവുക ചിലപ്പോൾ 2 or 3 തവണയൊക്കെ വായിച്ചാലായിരിക്കും. അപ്പൊ ആ രീതിയിൽ ബേസിക് ബുക്ക് പലതവണ വായിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഒരു ചോയ്സ് ആണ് നോട്ട്സ് എഴുതണോ വേണ്ടിയോ എന്നുള്ളത്. ഹലോ സാർ, എന്റെ പേര് ജാബർ എന്നാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഓക്കെ, ഞാൻ നിലവിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു BA ഇംഗ്ലീഷിൽ. പൊതുവെ സമൂഹത്തിൽ കേൾക്കാറുണ്ട് കോച്ചിങ് സെന്ററിൽ പോയതിനു ശേഷം മാത്രമേ, അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ പോയാൽ മാത്രമേ എക്സാമിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യാനും പിന്നെ അതുപോലെ എക്സാമിനൊക്കെ വിജയിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് കേൾക്കാം. ഈ കോച്ചിങ് സെന്ററൊന്നും പോവാതെ നമുക്ക് പ്രിലിംസിനൊക്കെ പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ എക്സാം എഴുതാൻ സാധിക്കുമോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ ഒരു രണ്ടാം പാർട്ട് ഞാൻ മിസ്സായി പോയി, സോറി. അപ്പൊ അതും ഈ കോച്ചിങ്ങിന്റെ കാര്യം കൂടെ പറയാം. ഞാൻ നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം ഞാൻ എല്ലാ തവണ പറയുമ്പോഴും അത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് ഞാൻ പലതവണ ആവർത്തിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു ക്യാപ്സ്യൂൾ രീതിയിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പാസ്സാവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞുതരാൻ അറിയുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 800 പേര് ക്വാളിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 800 ഡിഫറെന്റ് രീതിയിൽ പഠിച്ച ആൾക്കാരായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പം അതേപോലെ പല ചോയ്സും പല രീതിയിലും ഇത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതും ഇതേപോലെ ഇതിന് മുന്നേ ആണോ ശേഷമാണോ എന്നുള്ളത്. മെയിൻസ് പ്രിപ്പറേഷൻ എപ്പോഴും തുടങ്ങുന്നത് ആദ്യം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് സബ്ജക്ട്സിനോട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പ്രിപ്പറേഷൻ ഈ മെയിൻസ് ആൻസർ റൈറ്റിംഗിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗട്ട്ഫുൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിൽ തന്നെ ഏത് ടൈപ്പ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെയുള്ളതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബൗണ്ടറി വേണം. ഇത് ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രീതിയിലാണ് ഞാൻ കോച്ചിങ്ങിനെ സമീപിച്ചത്. എന്ന് വെച്ചാൽ കോച്ചിങ്ങിന് 100% ആയിട്ട് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോച്ചിങ് ഹെൽപ്പ് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് പല രീതിയിൽ ഓൺലൈനായിട്ടുണ്ടാവും, ഓഫ്ലൈനായിട്ട്. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നടക്കുന്നുണ്ടാവില്ല കോച്ചിങ്, എന്നാലും അപ്പം അങ്ങനെ പല രീതിയിലുണ്ട്. ഇനി ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. സിവിൽ സർവീസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുക. അപ്പം ഒരു കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ ഡൽഹിയിൽ ഉണ്ടായപ്പം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വലിയൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ സംസാരിച്ച അസീമും നമ്മളൊക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്.
അപ്പം നമ്മൾ പിന്നെ ഡിസ്കഷൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ചില ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ പഠിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം ചിലപ്പോൾ കൂടുതൽ ഒരു അറ്റംപ്റ്റ് ഒക്കെ കൂടുതൽ കൊടുത്തവരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാനുണ്ടാവും. അതുപോലെ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് വരുന്നവർക്കും എന്താവും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാകുന്നതാണ് ഇതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു കോച്ചിങ് എടുത്തു, പക്ഷെ അതിനുശേഷം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഈ ഫ്രണ്ട്സിന്റെ ഒരു സർക്കിളിൽ നിൽക്കാനും അവരുടെ അടുത്ത് നിന്ന് ഇൻപുട്സ് എടുക്കാനും അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, ഒട്ടും കോച്ചിങ് എടുക്കാതെ ചെയ്യുന്നവരുണ്ട്, കോച്ചിങ് എടുത്ത് ചെയ്യുന്നവരുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും കോച്ചിങ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. പക്ഷെ കോച്ചിങ് ഉണ്ടായാലും ഇല്ലെങ്കിലും മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെന്റർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സീനിയർ ആയിട്ട് കൂടുതൽ പ്രിപ്പയർ ചെയ്ത ആളാവാം, ചിലപ്പോൾ ഒരു ഫാക്കൽറ്റി ആവാം. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, താങ്ക്സ്. നമ്മൾ ഫൈനൽ 3 ക്വസ്റ്റ്യൻസും കൂടെ എടുത്തിട്ട് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഹോപ്പ് യു ഓൾ കോപ്പറേറ്റ് വിത്ത് അസ്. ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഹാൻഡ് റൈസ് ചെയ്ത ആൾക്ക് ചോദിക്കാം. ക്രിസ്റ്റി. Hello, sir. This is Christy. I wanted to ask, how was your interview experience? Were you able to answer all the questions? And is it necessary for us to answer all the questions that is asked to us during the interview? Okay. So basically the thing is that with interview, it is basically a personality test. If you see, our mains exam and prelims exam have already taken care of the knowledge part. So they know you are pretty knowledgeable. That is why you are sitting there. So it is more about a personality test. So when it comes to personality test, the only thing which you know for sure is that if you doesn't know something, right? So if you don't know an answer, then it is okay to say I don't know, sir. So with confidence you can say that. So the thing is that if you don't know something, you can, of course you can go ahead and say I don't know this particular answer. So it is not about answering all the questions, but being able to put together your thoughts and express those thoughts. That is the most important thing. So when it comes to my interview experience, it was pretty cool. It was not a very what do you say, hardball kind of a thing. It was very normal, very chill. There were 5 board members. TC Anand sir was my board chairman. So it was very light. We cracked up sometimes. Like they will ask about our hobbies, and different from different perspective they have asked me questions. So it was pretty cool. There was nothing very it was a very good experience as a whole. And most of the time you might have read things like the question which I have asked in interview, and 99 out of 100 people were not able to answer this and stuff like that. Those things generally doesn't happen in an UPSC interview. These things are just clickbaits and just forwarded WhatsApp message. You just have to see it from that perspective. You should most of the time the questions are pretty straight, and they know to extract more from you. They have to make you comfortable. So most of them does that. So stress interview once in a while, few of them does. That's it. അടുത്ത ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറേ, എന്റെ പേര് ഷാക്കിർ. ഒരു ചോദ്യം ഉണ്ട്. നമ്മൾ ഈ പത്രം വായിക്കുമല്ലോ, അത് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ, അതോ സാറേ ചൂസ് ചെയ്തിരുന്നെന്നും കൂടി പറയട്ടോ. എന്റെ പ്രിപ്പറേഷൻ നടന്നത് ഒരു 2.5-3 വർഷമൊക്കെ മുന്നേ ആണ് കേട്ടോ. അപ്പം ഇപ്പം ചിലപ്പം ആ സമയത്ത് തന്നെ ആൾക്കാർ ടെക്നോളജി എന്ന് വെച്ചാൽ വളരെ പണ്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആൾക്കാർ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടാക്കുന്നത്, ഞാൻ ആ സമയത്ത് നോട്ട്ബുക്കിൽ നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഞാൻ ഇപ്പം എന്തെങ്കിലും എന്റെ സ്റ്റഡീസിന് വേണ്ടി നോട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ ഓൺലൈൻ ടെക്നോളജി ഡിജിറ്റൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്.
അപ്പം ഓൺലൈൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ. ഒന്നുമില്ല നമ്മൾ കുറച്ച് പേപ്പറെങ്കിലും സേവ് ചെയ്യുമല്ലോ. അപ്പം പക്ഷെ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നോട്ട്ബുക്സും ഇതൊക്കെ, പിന്നെ ഓർഗനൈസ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്, ഫൈൻഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റുന്നവരൊക്കെ ഈ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആർദ്ര, ചോദിച്ചോളൂ. ജനറൽ സ്റ്റഡീസ് പേപ്പറിനെ കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ജനറൽ സ്റ്റഡീസ് പേപ്പർ നിങ്ങൾക്കറിയാലോ 4 പേപ്പറാണ് ഉള്ളത്. അതിൽ GS1 ഹിസ്റ്ററി, ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ സബ്ജക്ട്സ്. രണ്ടാമത്തെ പേപ്പറിൽ പൊളിറ്റിക്കൽ സയൻസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ സിവിൽ സൊസൈറ്റി അങ്ങനെ കുറച്ച് ഒരു പൊളിറ്റിക്കൽ ലെവലിൽ നിന്നാണ്. തേർഡ് പേപ്പറിൽ എക്കണോമിക്സും ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഉണ്ടാവുക. പിന്നെ ഫോർത്ത് പേപ്പർ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ഇതൊക്കെയാണ്. അത് പ്രിറ്റി മച്ച് കോംപ്രിഹെൻസീവ് ആണ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും പിന്നെ ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആണ്. സിലബസിന്റെ നിങ്ങൾക്ക് UPSC സിലബസ് നോക്കിയാൽ കാണും. അതിൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും നമ്മൾ UPSC സിലബസിനെ സമീപിക്കേണ്ടത് നമ്മൾ പൊതുവെ പിന്നെ തേർഡ് പേപ്പർ എക്കണോമിക്സ്, സെക്കൻഡ് പേപ്പർ പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് പേപ്പർ ജോഗ്രഫി, ഹിസ്റ്ററി എന്ന് പറയുന്നതിന് നല്ലത് എപ്പോഴും നമ്മുടെ പ്രോപ്പർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മെയിൻസ് പഠിക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും അതിന് വേണ്ടി ഒരു 2000 3000 അല്ലെങ്കിൽ ഒരു വേർഡ്സ് എങ്കിലും മിനിമം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെയിൻസിൽ ഒരുപാട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് എനിക്ക് ഒരു സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ പറയാനുള്ളത്. അത് പലതവണ നിങ്ങൾ വായിക്കുക. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക ഈ പെർട്ടിക്കുലർ പീസ് ഓഫ് ന്യൂസ് അത് ഏത് GSൽ ഏത് പാർട്ടിനോട് എനിക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഹാൻഡി ആയിട്ട് സിലബസ് വെച്ചിട്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പം ഇത് എവിടുന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് ഈ ന്യൂസ് ഐറ്റം വന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഒരു 2 or 3 ആഴ്ച ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഏകദേശം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായി. ടൈം കൺസ്ട്രെയിൻസ് കാരണം നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് സെഷൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് UPSC കുറിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ദൂരീകരിച്ചതിന് നന്ദി. അതേപോലെ സാർ നൽകിയ സന്ദേശങ്ങൾ അതേപോലെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്ത് UPSC ലക്ഷ്യത്തിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസയോടെ നന്ദി രേഖപ്പെടുത്തുന്നതിനായി ലാമിയെ ക്ഷണിക്കുന്നു. ലാമിയ. നമസ്കാരം, ഞാൻ ലാമിയ. ഓഡിബിൾ അല്ലേ? ഹലോ. അതെ അതെ. അപ്പോൾ തീർച്ചയായും IAS എന്നൊരു ആഗ്രഹം നെഞ്ചിലേറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവരാവും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അപ്പൊ ഇങ്ങനെയൊരു പാൻഡമിക് സിറ്റുവേഷനിൽ തികച്ചും പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ട് സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മൈത്രിയുടെയും BIAS അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ UPSC വർക്ക്ഷോപ്പ് അതിന്റെ മുഴുവൻ എസൻസോട് കൂടെയുള്ള ഉപകാരപ്രദമായ ഒരു സെഷനായി മാറിയെന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. BIAS അക്കാദമിയുടെ തുടർന്നുള്ള സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൈത്രിയുടെ ഈ ഒരു UPSC വർക്ക്ഷോപ്പ് സെഷനിൽ നമ്മോടൊപ്പം നമ്മുടെ മുഴുവൻ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്ന് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്ന രീതിയിൽ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച ബഹുമാന്യരായ ജലീൽ സാറിനും ജുനൈദ് സാറിനും മൈത്രിയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമുക്ക് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന BIAS അക്കാദമിക്കും ഹൃദയത്തിൽ തൊട്ടുള്ള മൈത്രിയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാത്തിലും ഉപരി പങ്കാളിത്തം കൊണ്ടും ആക്റ്റീവ്നെസ് കൊണ്ടും ക്വസ്റ്റ്യൻസ് കൊണ്ടും നമ്മുടെ സെഷൻ വളരെയധികം വിജയകരമാക്കി മാറ്റിയ ഓരോ വിദ്യാർത്ഥിക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും മൈത്രിയുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു എവരിവൺ. സ്റ്റേ സേഫ്. Thank you all. Thank you for having me here.